അനുഗ്രഹിക്കുമാറാകട്ടെ. 2025 ഡിസംബർ മാസം 30 അഥവാ ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിൽ നമ്മളെത്തി. കഴിഞ്ഞ 11 മാസവും ഉപവസിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ഈ 11ാമത്തെ മാസത്തിലും 12ാമത്തെ മാസമായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. നമ്മുടെ ഫാമിലി കോൺഫറൻസ് നടക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഉപവാസ പ്രാർത്ഥന നടത്താതിരിക്കുന്നത്. മെയ് മാസത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള മിക്ക എല്ലാ മാസങ്ങളും ഉപവാസ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ പങ്കാളികളാകുന്നവർക്കായ സ്തോത്രം. ഇതുവഴി നമ്മൾ ചില മതിലുകൾ കൂടി പണിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയിൻ ഫാസ്റ്റിംഗ് പ്രയറായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപവാസത്തോടെ ഇരുന്ന് നമ്മുടെ ശത്രുവിൻ്റെ പ്രവൃത്തികളെ തടയാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകുന്നല്ലോ. അതിൻ്റെ 30ാമത്തെ ദിവസമാണ്. ദൈവം വെച്ചാൽ 40 ദിവസം വരെയും ആ ഉപവാസം നടത്തുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ദിവസം സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇന്നലെ ഉദിച്ച സൂര്യൻ തന്നെയാണ് ഇന്ന് ഉദിച്ചിരിക്കുന്നത്. നാളെ അത് തന്നെ ഉദിക്കുന്നത്. 2025 മാറ്റമില്ലാത്ത അത് പ്രഖ്യാപനം. നമ്മുടെ ദൈവത്തിന് മാറ്റമില്ല. എന്നാൽ നമുക്ക് മാറ്റമുണ്ട്. നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. ദൈവത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത്. നമുക്ക് നന്നായി മാറ്റം ഉള്ളവരുമാണ്. യേശുവിനെ ആരാധിക്കുവാൻ തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവകൃപയിലായിരിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ വർഷത്തിൻ്റെ അവസാന ഉപവാസ പ്രാർത്ഥനയിൽ സന്തോഷത്തിലായിരിക്കാൻ കർത്താവത്തോളം നമ്മളെ കൊണ്ടുവന്നല്ലോ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി കിട്ടിയെന്നല്ല, പക്ഷേ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെട്ടു വരും. അതിനല്പം സമയമെടുക്കുമെങ്കിലും നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 20ാം അധ്യായം ഒരു വാക്യം വായിക്കുന്നു. 20ാം അധ്യായം അതിൻ്റെ 27ാമത്തെ വാക്യം. നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക. എൻ്റെ അവസാന ആ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ സന്ദേശമായിട്ടെടുക്കുന്നത്. അവിശ്വാസി ആകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. 2025 അവസാനത്തെ ഉപവാസ പ്രാർത്ഥന ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കണമെന്നാണ്. കർത്താവിൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ പലവിധ അത്ഭുത അടയാള ശുശ്രൂഷകൾ കാണുകയും അത് ചെയ്യുകയും ചെയ്ത തോമസിനോട് അവൻ്റെ ജീവിതത്തിൽ ദൈവം അവനോട് പറയുന്ന വിഷയമാണ് എന്ന് നാം ചിന്തിക്കുന്നത്. കാരണം ഒരുപാട് ദൈവത്തോട് നടക്കുകയും കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുകയൊക്കെ ചെയ്തെങ്കിലും പ്രസന്റ് സിറ്റുവേഷൻ വരുമ്പോൾ, അഥവാ നമുക്ക് ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ പഴയതെല്ലാം മറന്നുപോകും. പണ്ടത്തെ വിടുതലും പണ്ട് ദൈവം നമ്മളെ സൗഖ്യമാക്കിയതും വിടുവിച്ചതും പ്രാർത്ഥന കേട്ടതെല്ലാം മറന്നുപോകും. അപ്പോൾ നമ്മൾ അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനത്തെ നാം മറന്നുപോകും. അപ്പോൾ തോമസിന് പറ്റിയ കുഴപ്പമായിരുന്നു. അദ്ദേഹം വളരെ ഭയപ്പെട്ടവനായിരുന്നു. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം താൻ സാഹചര്യങ്ങളെ നന്നായി പഠിച്ച് അപഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തിയായിരുന്നു തോമസ്. അപ്പോൾ അവരെ എല്ലാവരും ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇദ്ദേഹം ആദ്യം കൂടി വന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം വളരെ ദൂരെ പോയിരിക്കുകയായിരുന്നു. കാരണം 8 ദിവസം കഴിഞ്ഞിട്ടാണ് എങ്ങനെയോ പൊട്ടും പൊടിയൊക്കെ പുള്ളി കേട്ടു, എന്തൊക്കെ നടക്കുന്നുള്ളത് മനസ്സിലായി. കുഴപ്പമില്ല എന്ന് കണ്ടുകൊണ്ടാണ് തോമസ് പതിയെ അവിടേക്ക് മടങ്ങി വരുന്നത്. അതിൻ്റെ അർത്ഥം തൻ്റെ ഉള്ളിൽ അത്രമാത്രം പേടിയുള്ളത് കൊണ്ട് യെരുശലേം വിട്ട് താൻ പോയിരുന്നു. അല്ലെങ്കിൽ താൻ ഭവനത്തിൽ നിന്ന് വെളിവരാതെ താൻ എവിടെയായിരുന്നു ഇരുന്നത് അവിടെ തന്നെ ഇരുന്നു. ഈ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഏതായാലും ശിഷ്യന്മാരുടെ കൂടെ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിവ് കിട്ടി, ഇന്നലെ യേശു ഉയർത്തെഴുന്നേറ്റു കണ്ടു. പക്ഷേ എങ്കിലും തനിക്ക് അങ്ങോട്ടൊരു വിശ്വാസം വന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ യഹൂദനാണ്. ബേസിക്കലി അവൻ യഹൂദനാണ്. അപ്പോൾ അവർ അടയാളം കണ്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ല. അവരത് അങ്ങനെ ഒരു പ്രത്യേകത അവർക്കുണ്ട്. അപ്പോൾ ആ അടയാളം കണ്ടിട്ടല്ലാതെ അവൻ വിശ്വസിക്കാതെ ഇരിക്കുന്നൊരവസ്ഥ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് പത്രോസൊക്കെ വന്ന് കുനിഞ്ഞു നോക്കി പോയിട്ടും അവരങ്ങ് വിശ്വസിച്ചില്ല. കാരണം എല്ലാം അങ്ങ് അന്നേരം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവം യഹൂദനെ സംബന്ധിച്ചില്ല. അവരതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് എന്നുള്ളത് ബുദ്ധിക്ക് തെളിഞ്ഞെങ്കിൽ മാത്രമേ, അഥവാ ബുദ്ധിയോടുള്ള ബന്ധത്തിൽ തെളിഞ്ഞെങ്കിൽ മാത്രമേ ഇസ്രായേലിൽ പലരും അത് വിശ്വസിക്കും. അതുകൊണ്ട് പറഞ്ഞാൽ ഒരു അടയാളത്തെ
ചോദിക്കുക അടയാളം കാണുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അതിന് നല്ല തെളിവാണ് നമുക്ക് പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ അത്ഭുതങ്ങൾ ചെയ്തവരൊക്കെ പെട്ടെന്നൊന്നും അങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചവരല്ല. അവരൊക്കെയും അവർ കൺഫർമേഷൻ ചെയ്തതിന് ശേഷമാണ് അത് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ എടുത്തിയാടി അങ്ങനെ വേഗത്തിൽ പ്രവർത്തിക്കുന്നവരായിരുന്നില്ല. ഇസ്രായേലിലെ വീര്യ പരാക്രമങ്ങൾ ചെയ്തവരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ തിരുവനന്തപുരത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഗിദെയോനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും വ്യത്യസ്തനായിരുന്നു. കാരണം തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പേടി ഉണ്ടായിരുന്നെങ്കിലും വചനം അവൻ്റെ അകത്തുണ്ടായിരുന്നു. പണ്ടത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് അനേകർക്ക് അതില്ലാതെ അവര് ആശ്രയിക്കുന്നത് അവിടുത്തെ പർവ്വതങ്ങളിലെ ഗഗനങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കുകയാണ്. ഇസ്രായേലിന്റെ അവര് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം അവരെ മിദ്യാന്യർക്ക് ഏൽപ്പിച്ച് എടുത്തപ്പോൾ 7 വർഷം മിദ്യാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്റെ മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഗനങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. അപ്പോൾ ഇവര് ശരണമാക്കി. ഇസ്രായേലിന്റെ ദൈവം പർവ്വതങ്ങളിൽ ഇവര് കുടിയിരിക്കേണ്ടവരല്ല, പർവ്വതങ്ങളിൽ ഇപ്പോൾ ഒളിച്ചിരിക്കേണ്ടവരല്ല. അവർക്ക് ഗുഹകളും ദുർഗങ്ങളും അവർ ശരണമാക്കിയാണ്. കാരണം അവർ നോക്കിയപ്പോൾ ഇതാണ് ശരണം, ഇതാണ് ആശ്രയം, ആരും കാണരുത്, ഭയപ്പെട്ട് ഇവർ ഓടി ഒളിക്കുക. അങ്ങനെ കാരണം ഇവർക്കറിയാം ഇവര് ഈ വിളവെടുത്ത് കഴിയുമ്പോൾ ഇവരങ്ങ് പൊയ്ക്കോളും. അപ്പൊ അത് കഴിയുമ്പോൾ തിരിച്ചു വന്നാൽ മതി. നമുക്കറിയാം വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങളിൽ, സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇപ്പോഴും അത് ഒരുങ്ങിയായിരിക്കുന്നത്. വെള്ളം പൊങ്ങുമ്പോൾ തന്നെ അവർക്കറിയാം ഇനി നിൽക്കാൻ പറ്റത്തില്ല, അവർ മാറും എന്ന് പറഞ്ഞതുപോലെ ഈ 7 വർഷം ആയപ്പോൾ, 7ാമത്തെ വർഷമായപ്പോൾ ദൈവത്തിന് കണ്ണ തോന്നി. അതുവരെയും ഇവര് എല്ലാവരും ഇങ്ങനെ മിദ്യാനിൽ വന്ന് മരിക്കാൻ വരുന്ന സമയത്ത് ഒരു കൃഷിയും എല്ലാ കാര്യങ്ങളും ആകുന്ന സമയത്ത് അവർ വരുമ്പോൾ ഇവർ പിന്നെ അവിടെ നിൽക്കത്തില്ല, പേടിച്ചിട്ട് ഇവർ ഓടിപ്പോകും. മിദ്യാനിത് മറ്റുള്ളവരെ വിചാരിച്ചു ഇത് തന്നെ നല്ല ഭാഗം, നല്ല പണി, കാരണം വിതയ്ക്കാതെ കൊയ്യാൻ പറ്റുമല്ലോ, ഒരു കഷ്ടപ്പാടുമില്ലാതെ കൈവശമാക്കാമല്ലോ. അതാണ് സാത്താന്റെ തന്ത്രം. സാത്താൻ എപ്പോഴും നോക്കുന്നത് അവന് അവകാശങ്ങൾ ആയിരിക്കുന്ന നാം കഷ്ടപ്പെടുന്നതിനെ അവൻ തട്ടിക്കൊണ്ടുപോവുകയാണ് സാത്താന്റെ പ്രവൃത്തി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇസ്രായേലിലെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്നാണ് വന്നിട്ട് എല്ലാം മോഷിച്ചുണങ്ങ് പോകും. അപ്പം പിന്നീട് ഇവര് വീണ്ടും പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് വിതയ്ക്കും. ഒരു വിചാരിക്കുന്നത് എന്നെങ്കിലും ഒരു ദിവസം ഇതൊരു മാറ്റമുണ്ടാകും എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഈ വർഷം 1ാം വർഷം കഴിഞ്ഞു. അങ്ങനെ 7ാമത്തെ വർഷമായപ്പോഴും ഇവർ ചിന്തിച്ചത് ഇതോടുകൂടി ഇത് മാറും എന്നുള്ള. 6 വർഷം കഴിഞ്ഞു, മാറിയില്ല. 7ാം വർഷം കണ്ടപ്പോഴും ഇവർ കൃഷി നിർത്തിയില്ല, ഇവര് വിതച്ചുകൊണ്ടിരുന്നു. കാരണം അവർക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു, ഒരു ചിന്തയുണ്ടായിരുന്നു, എന്തെങ്കിലും കാരണവശാൽ ഇവർ വരാതിരുന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമല്ലോ എന്നുള്ളൊരു ചിന്ത ഇസ്രായേലിനുണ്ടായിരുന്നു. ഇത് അവരുടെ നല്ലൊരു വശമാണ്. അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലരാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും തന്നെ ചെയ്യാൻ പോകത്തില്ല. അപ്പോൾ അവർ തൽക്കാലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഭാവിയെക്കുറിച്ച് കരുതത്തില്ല. എന്നാൽ ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള അവന് ഒരു ചിന്തയുണ്ട്, ഒരു വിടുതൽ കിട്ടും, ഒരു ആശ്വാസം വരും, ഒരു മാറ്റം വരും, ദൈവം കൈവിടത്തില്ല എന്നുള്ളൊരു ചിന്ത ഇസ്രായേലിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പരാജയങ്ങളും ഭീതികളും വേദനകളും ഇല്ലായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും ഇതുവരെയും നാം കേട്ടതും നാം മനസ്സിലാക്കിയതും ഒന്നും മറന്നു പോകില്ലല്ലോ, നമുക്ക് മറന്നു കളയാൻ പറ്റത്തുമില്ലല്ലോ. പ്രതിസന്ധികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അതിന്റെ മധ്യത്തിലും യേശു ആരാണെന്നുള്ള വലിയൊരു കാഴ്ചപ്പാട് ദൈവം നമുക്കുള്ളിൽ തന്നിട്ടുണ്ടല്ലോ. അതിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അപ്രകാരമുള്ള ഒരു ചിന്താഗതി അവർക്കുള്ളത് കൊണ്ടാണ് അവർ ഭൂമി തരിച്ചിടാതിരുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കറിയാം ഇവിടുത്തെ കൃഷി ചെയ്യും, അവർക്കൊന്ന് അതിനെ കൈവശപ്പെടുത്താം. ഇങ്ങനെ 2 ശക്തികളാണ് അവിടെ നിൽക്കുന്നത്. ഒന്ന്, കൃഷി ചെയ്തിട്ട് ഭയപ്പെട്ട് വിട്ടുഓടിപ്പോകുന്ന ഇസ്രായേൽ. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അധ്വാനം ഒന്നും ചെയ്യാതെ അത് മോഷ്ടിച്ച് കവർന്നു കൊണ്ടുപോകാൻ വരുന്നവര്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ സാധാരണ എപ്പോഴും ചിന്തിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചും അല്ലെങ്കിൽ കഷ്ടപ്പെട്ടും ഒക്കെ നേടുന്നത് ഒറ്റയടിക്ക് വന്ന് മോഷ്ടിക്കാൻ വേണ്ടി സാത്താൻ അവൻ നോക്കിയിരിക്കുക. നമ്മളത് ആ സമയത്ത് ഭയപ്പെട്ടു പോകരുത്. നാം വളരെയധികം ദീർഘകാലം 1 വർഷം മുഴുവൻ പ്രാർത്ഥിച്ചു ഉപവസിച്ച് എല്ലാം നേടിക്കൊണ്ട് വന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവം വരാൻ പാടില്ല. അങ്ങനെ ഒരു അനുഭവം വന്നിട്ട് ഇവര് ഭയപ്പെട്ട് പോകുന്നു, ഒന്നും ശേഷിപ്പിക്കുകയില്ല.
അവർ തങ്ങളുടെ കന്നുകാലി കൂടാതെ ആളുമായി പുറപ്പെട്ടു പോയി, വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്ന ദേശത്ത് കടന്ന് നാശം ചെയ്യും. ദേശത്ത് കടന്ന് നാശം ചെയ്യും. ദൈവമില്ലാത്ത ഇസ്രായേലിന്റെ ദേശത്ത് സാത്താൻ കടന്ന് നാശം ചെയ്യും. എന്നാൽ ദൈവമുള്ളവന്റെ ദേശത്ത് സാത്താന് കടക്കാൻ കഴിയത്തില്ല. ഇന്ന് ഈ പകൽ സമയ സന്ദേശം കേൾക്കുമ്പോൾ നാം കാവൽ നിൽക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത് ഈ ശത്രു വന്ന് അറുക്കുവാനും മുടിക്കുവാനും നശിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഇവര് വാസ്തവത്തിൽ ഇങ്ങനെ വന്ന് വലിയ സൈന്യമായിട്ട് വന്ന് ശരിക്ക് ചെയ്യുന്ന മോഷണമാണ്. മോഷ്ടിച്ചുകൊണ്ട് പോവുക, കൊന്നുകളഞ്ഞ് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു വലിയ നാശം ചെയ്തിരുന്നു. അവർ ദേശത്തെ കടന്ന് നാശം ചെയ്യുന്ന ഇങ്ങനെ മിദ്യാന്റെ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നില വിളിച്ചു. അവിടെ ഒന്ന് അടിവരയിട്ടേക്കണം. 6-ാം അധ്യായം 6-ാം വാക്യം. ഇപ്പൊ ഇവർക്ക് മനസ്സിലായി, പാറകളിലും മറ്റുള്ള പല സ്ഥലങ്ങളിലും ദുർഗങ്ങളിലുമൊക്കെ ഒളിച്ചിരിക്കാനായിട്ട് പറ്റും. പക്ഷേ അവരുടെ സമ്പത്തുകൾ നഷ്ടപ്പെടും, അവരുടെ ദേശം നഷ്ടപ്പെടും, നാശമുണ്ടാക്കും. അങ്ങനെ വന്നപ്പോൾ 7-ാമത്തെ വർഷമാകുന്ന സമയമായപ്പോൾ ഇവർക്കൊരു മനോബോധമുണ്ടായി. ഇനി പർവ്വതങ്ങളിലൊക്കെ പോയിരുന്ന് കഷ്ടപ്പെട്ട് ശരണപ്പെടുന്നതിന് പകരമായിട്ട് ദൈവത്തോടൊന്ന് നിലവിളിക്കാം, യഹോവയോട് നിലവിളിക്കാം എന്നുള്ള മനോബോധം അവർക്കുണ്ടായി. ഇതിന്റെ പിമ്പിലും ദൈവം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കരുണ തോന്നുന്നത് ദൈവം ഇച്ഛിക്കാനുള്ള, അവർക്ക് അതിനുള്ള കൃപ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ദുഷ്ടാന്മാരായിരിക്കുന്ന കഠിനഗതിയിലായിരിക്കുന്ന ഇസ്രായേൽ ഇങ്ങനെ എന്നും ചെയ്ത് അവരവിടെ മുമ്പോട്ട് പോവുകയുള്ളൂ. എന്നാൽ ദൈവത്തിന് അബ്രഹാമിന്റെ സന്തതിയോട് മനസ്സലിവ് തോന്നുന്നതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെ ദൈവം വിടിവിച്ചത്. നമുക്ക് ന്യായനിയമ ദിവസം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന, പലപ്പോഴും അവര് ദൈവത്തോട് നിലവിളിക്കും, ദൈവരെ വിടിവിക്കും, വീണ്ടും അവര് ദൈവത്തിന് അതിക്രമമായിട്ടുള്ള ചെയ്യും, അവർ വീണ്ടും അടിമപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നമുക്കിവിടെ ഈ ന്യായാധിപന്മാരുടെ ദിവസം വായിക്കുമ്പോൾ അതിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവര് ഇങ്ങനെ കൃഷി ചെയ്യും, മറ്റവർ കൊണ്ടുപോകും, ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള എന്തെങ്കിലും കൊണ്ട് അതുകൊണ്ട് പിന്നെ വീണ്ടും കൃഷി ചെയ്യും. ആ ഒരു അനുഭവത്തിൽ പോയപ്പോൾ അവർക്ക് ദൈവത്തോട് നിലവിളിച്ചു, യഹോവയോട് നിലവിളിച്ചു. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ്. അതായത് ദൈവത്തോട് നിലവിളിച്ചാൽ അവൻ കരുണ കാണിക്കും. അതിനു മുമ്പ് അവര് എവിടെയാണ് ശരണമാക്കിയിരുന്നത്? അത് ശരണമാക്കിയിരുന്നത് 2-ാം വാക്യത്തിൽ പറഞ്ഞ പർവ്വതങ്ങളിലെ ഗഗനങ്ങളും ഗുഹകളും ദുർഗങ്ങളുമാണ് ശരണമാക്കി അവരവിടെ ഇരുന്നത്. എന്നാൽ 6 വർഷം അവര് അങ്ങനെ പല സ്ഥലങ്ങളിലും ഒളിച്ചിരുന്ന് അവർ രക്ഷപ്പെടുവാനായിട്ട്, കുഞ്ഞുകുട്ടികളടക്കം എല്ലാവരുമായി പോയി ഇവർ വിട്ടുപോകുമ്പോൾ മറ്റവർക്ക് വന്ന് ഇഷ്ടം പോലെ അവര് എല്ലാം എടുത്തോണ്ട് ആരും എതിർക്കാനില്ലല്ലോ. അങ്ങനെ എതിർപ്പില്ലാത്ത ഒരു ദേശം, എന്നാൽ അതുകൊണ്ട് ദുഷ്ടന് ദേശത്തെ കടന്ന് പ്രവർത്തിക്കാമായിരുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ശത്രു കടന്നാക്രമിക്കുന്നത് എതിർപ്പില്ലാതിരിക്കുന്നിടത്താണ്. എതിർത്ത് നിൽക്കാനില്ലാത്തൊരു വീടുണ്ടെങ്കിൽ അവിടെ ശത്രു കയറും. എതിർത്ത് നിൽക്കുവാൻ ഇല്ലാത്ത ദേശത്ത് സാത്താൻ കയറും. എതിർത്ത് നിൽക്കുവാൻ ആളില്ലാത്ത സഭകളിൽ സാത്താൻ കയറും. അപ്പോൾ എതിർത്ത് നിൽപ്പാൻ ആരും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞതുകൊണ്ട് ഇവർ വിചാരിച്ചു ഇത് ഇവർക്കൊരു തക്കമാണെന്ന് വിചാരിച്ചു. എന്നാൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവം ഒരു മാറ്റം വരുത്തുവാനിടയായി തീർന്നു. അപ്പൊ ദൈവം തന്റെ ദൂതനെ, ഒരു പ്രവാചകനെ അവിടെ അയച്ചു. യഹോവയോട് നിലവിളിച്ചു യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. അവൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിലവിളിച്ച് കഴിയുമ്പോൾ ദൈവം തൻ്റെ ദൂത് അറിയിക്കും. നാം എപ്പോഴാണോ ദൈവത്തോട് നിലവിളിക്കുന്നത് അവൻ ആ സമയത്ത് നമ്മുടെ വിടുതലായതുകൊണ്ട് അവൻ തൻ്റെ ദൂത് നമ്മളെ അറിയിക്കും. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന വിഷയങ്ങളോട് ബന്ധത്തിലായിരിക്കുമ്പോൾ ദൈവം സംസാരിക്കാത്ത വിഷയങ്ങൾ അത് ഭാരം തന്നെയാണ്. എന്താണ് ഭാരമേറിയ വിഷയം? ദൈവം സംസാരിക്കാത്ത വിഷയങ്ങളെല്ലാം ഭാരമേറിയതാണ്. എന്നാൽ ദൈവം സംസാരിച്ചിരിക്കുന്ന വിഷയങ്ങളൊന്നും ഭാരമുള്ളതല്ല. എന്നാ ഈ അവസാന നമ്മുടെ ദൈവാത്മാ പറയുകയാണ്, ദൈവം സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടോ, ദൈവം ഇടപെട്ടിട്ടുണ്ടോ, നാം ഭാഗ്യവാന്മാരായി വിടുതലിന്റെ ഇതായി. ഇപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമെങ്കിൽ, ദൈവമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് വരാൻ കഴിയുമെങ്കിൽ, ദൈവം തന്റെ പ്രവാചകന്മാരായിരിക്കുന്ന ദാസന്മാരെ അയക്കാൻ തുടങ്ങിയെങ്കിൽ ഇസ്രായേലേ നിന്റെ വിടുതലിന്റെ സമയമായി. അപ്പോൾ അതുവരെയും ദൈവം പ്രവാചകനെ അയച്ചില്ല. കാരണം ഇവിടെ വന്ന് പ്രവാചകൻ വന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്നാൽ നിലവിളിക്കുന്നവരുടെ ആവശ്യകതയുള്ളവരുടെ ഇടയിലേക്ക് വേണം
പ്രവാചകൻ ചെല്ലേണ്ടത് ദൈവത്തിനെയാണ്. യഹോവ നിലവിളിച്ചപ്പോൾ അവൻ അയച്ചു. അവൻ അവരോട് പറഞ്ഞത് ഇസ്രായേലിന്റെ കുറ്റത്തെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തി കൊടുത്ത് എന്താണ് നിങ്ങളുടെ പ്രധാന വിഷയം എന്നുള്ളത് ആ പ്രവാചകൻ വന്ന് അവരോട് പറയുകയാണ്. പലപ്പോഴും നമ്മളൊക്കെ എല്ലാത്തിനും ഈ എക്സ്ക്യൂസുകൾ പറയുന്നവരാണ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥന കൂടാത്തത്, എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും നമുക്ക് നൂറുകണക്കിന് എക്സ്ക്യൂസ് പറയാൻ പറ്റും. നമുക്ക് ഒഴിവുകൾ പറയാൻ കഴിയും. അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുറവിനെ കണ്ടെത്തുന്നത്. നമ്മുടെ കാരണം കാണിച്ച് നാം പരിതപ്പുന്നതിനേക്കാൾ നല്ലതാണ് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. കർത്താവേ, എനിക്ക് കഴിഞ്ഞില്ല, എനിക്ക് സാധിച്ചില്ല, അതെന്റെ കുറവാണെന്നങ്ങ് സമ്മതിക്കുന്നത് ദൈവത്തിന് സമ്മതിക്കുന്നതിന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ അതിന് പകരമായിട്ട് എക്സ്ക്യൂസുകൾ പറയാറുണ്ട്. അങ്ങനെ ആയതുകൊണ്ടാണ്, മക്കളുള്ളതുകൊണ്ടാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയും. നമുക്കറിയാം, കൂട്ടുകാരന്റെ വേണ്ടി അപ്പം ചോദിക്കാൻ ചെന്നവന്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ പലവിധ എക്സ്ക്യൂസുകൾ അദ്ദേഹം പറഞ്ഞെങ്കിലും ഇവനറിയാമായിരുന്നു ഇതൊക്കെ പറയുന്നത് ഇവൻ പരിഹരിക്കുന്നവനാണെന്ന് അറിയാമായിരുന്നു. അപ്പോൾ ഇവിടെ എക്സ്ക്യൂസുകൾ പറഞ്ഞല്ല, കുറവുകളെ കണ്ടെത്തി നാം അതിനെ പരിഹാരം നേടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇസ്രായേലിന്റെ ജീവിതത്തിൽ അവരുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് കേട്ടെങ്കിലും ഒരുവന്റെ ഹൃദയത്തിലെ അത് വേണ്ടതുപോലെ വീണുള്ളൂ. നിരവധി പേര് വന്ന് അന്ന് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ കേട്ടിരുന്നു. പക്ഷേ ഒരു ബാല്യക്കാരന്റെ ഹൃദയത്തിൽ അത് വീഴുവാൻ ഇടയാത്ത വന്നു. ദൈവവചനം ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ വീണ് അത് ഫലപ്രദമായ രീതിയിൽ അതിനെ ഉൾക്കൊണ്ട് കഴിയുമ്പോഴാണ് അവിടെ വിടുതൽ സംഭവിക്കുന്നത്, മാറ്റം സംഭവിക്കുന്നത്. ഇപ്പം അനേകരിത് കേൾക്കുന്നുണ്ട്. എന്നാൽ അനേകർക്ക് അതിന്റെ ആവശ്യകതയെക്കുറിച്ചോ അല്ലെങ്കിൽ അത് അംഗീകരിക്കേണ്ട രീതിയിലോ അവിടെ ഹൃദയത്തെ ഭാഗമാക്കാത്തതുകൊണ്ട് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. പ്രവാചകൻ സംസാരിച്ചു പോയപ്പോൾ ഇവിടെ ഇവർക്കത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള മോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു, നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഈ പ്രവാചകന്മാരെ 6 വർഷമായിട്ട് അയക്കാതിരുന്നതിന്റെ കാരണം നിങ്ങൾ വാക്ക് കേൾക്കത്തില്ല. എന്നാൽ അവിടെ ഒരുത്തൻ ഉണ്ടെന്ന് ദൈവത്തിന് മനസ്സിലായി, വാക്ക് കേൾക്കുന്നവൻ. അപ്പോൾ ഒരാളെങ്കിലും ഒരു ദേശത്തുണ്ടെങ്കിൽ ദൈവം സംസാരിക്കാൻ വേണ്ടി ആളെ അയക്കും. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുവനെങ്കിലും ഇടിവ് നിൽക്കുവാനുണ്ടെങ്കിൽ, ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുവാനുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ അവനെ കരങ്ങളിൽ എടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രത്യേകം ശ്രദ്ധിക്കണം, 100,000 പേര് കൂടെ കൂടുന്നതുകൊണ്ടല്ല, ഒരു കൂട്ടം നമുക്ക് നിൽക്കുന്നതുകൊണ്ടല്ല, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്, ലൈക്ക് ചെയ്യുന്നതുകൊണ്ടല്ല നാം ദൈവത്തിന് നിൽക്കുന്നത്. നമുക്കറിയാം ദൈവത്തിന്റെ വചനം അസത്യമാണ്, അതിനു വേണ്ടി നിൽക്കുക. നമ്മുടെ കൂടെ എത്ര പേരുണ്ടെന്നുള്ളതല്ല. വമ്പൻ മീറ്റിംഗ് നടക്കുന്നുണ്ട്, ന്യൂ ഇയറിന്റെ പുതുവത്സര മീറ്റിങ്ങുകളൊക്കെ ഒരുപാട് 10,000-കണക്കിന് ആൾക്കാർ വരുന്ന മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവം നോക്കുന്നത് ഒരുവനിലെങ്കിലും ദൈവഭയമുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് നോക്കുന്നത് ആരെ ആണ് ഉപയോഗിക്കേണ്ടത്, എനിക്ക് ആരെ ഉപയോഗിച്ച് എൻ്റെ ദേശത്തെ വിടിവിക്കാൻ കഴിയും, എൻ്റെ സഭയെ എനിക്ക് ആരെ ഉപയോഗിച്ച് അതിൻ്റെ നിന്ന മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ദൈവം നോക്കുന്നു. അങ്ങനെ ദൈവം നോക്കിയപ്പോഴാണ് ഒരു ദൂതൻ വന്ന് ദൈവം തന്റെ ദൂതനെ അബിയേസ്രനായ യോവാശിന്റെ കരുവേലകത്തിന്റെ കീഴിൽ വന്ന് ഇരിക്കാൻ പറഞ്ഞത്. ദൈവം നോക്കിയപ്പോൾ ഇവനെ കണ്ടു. ഇവൻ അവിടെ നിന്നുകൊണ്ട് ഇത് ചവിട്ടുമ്പോഴൊക്കെ, മുന്തിരിച്ചക്കിനടുത്ത് നിന്നുകൊണ്ട് ഗോതമ്പ് മെതിക്കുമ്പോഴൊക്കെയും അവന്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം കേട്ട സന്ദേശം അവന്റെ മനസ്സിൽ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവനെ റീതിങ്ക് ചെയ്യുക, ആയവർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തി, പുറമേയുള്ള പരിപാടി, ഇത് കൊയ്ത് മെതിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അവന്റെ ഉള്ളിൽ മറ്റൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ ദിവസം, തലേ ദിവസം കേട്ട ദൈവവചനമാണ്. കഴിഞ്ഞ ദിവസം അവിടെ ദൂതൻ വന്ന് പ്രസ്താവിച്ച കാര്യങ്ങളെ അവനിങ്ങനെ ഓർത്തുകൊണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവനത് അവനത് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവനെ അവിടെ ഇടപെടുവാനായിട്ട് ഇടയാക്കുന്നു. അപ്പോൾ അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിഥ്യയുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുക. ഇന്നലത്തെ മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ അവന് ധൈര്യമുണ്ടായി, വിശ്വാസമുണ്ടായി. അവൻ വിചാരിച്ചു, ഇവരേതായാലും ഇത് വരുമ്പോൾ എൻ്റെ പറമ്പിലെ ഇത് കൊണ്ടുപോകാൻ പാടില്ല, കഷ്ടപ്പെട്ട് കൊണ്ടുപോകാൻ പാടില്ല. അവനത്
കൈക്കൽ അവകാശമാക്കുവാൻ വേണ്ടി, അവകാശത്തിന് വേണ്ടി അവൻ തയ്യാർ ചെയ്തു. അവൻ അതിനു വേണ്ടി മനസ്സൊരുക്കി കൊടുത്തു. അവൻ വിചാരിച്ചു എന്തു വന്നാലും വേണ്ടില്ല, ഇന്നലെ കേട്ട വചനപ്രകാരം നമ്മൾ കഷ്ടപ്പെട്ടത് നമുക്ക് വേണ്ടിയുള്ളതാണ്, അത് അന്യൻ കൊണ്ടുപോയി തിന്നാൻ പാടില്ല, ഞങ്ങൾ വിതയ്ക്കുന്നത് അന്യര് കൊണ്ട് തിന്നാൻ പാടില്ല എന്നുള്ള ആവർത്തന പുസ്തകത്തിലെ വാക്യം പ്രകാരം അവന്റെ വചനങ്ങളെല്ലാം നോക്കിയപ്പോൾ മനസ്സിലായി, ഇത് നമ്മൾ വിതച്ചത് നമ്മൾ ഉണ്ടാക്കിയതാ, നമുക്കുള്ളതല്ലേ, അത് നിശ്ചയമായിട്ടും നമുക്ക് തന്നെ വേണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് യോവാശിന്റെ മകനായിരിക്കുന്ന ഈ ഈ ഗിദെയോൻ അവിടെ അത് ചവിട്ടി അവൻ മെതിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ കൊയ്തിട്ട് കൊണ്ടുവന്ന് മെതിച്ചു. ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം ഇത് എല്ലാവരും കൂടി ഇറങ്ങി മെതിക്കുന്നില്ല, എല്ലാവരും കൂടി കൊയ്യുന്നില്ല. ഇത് പെട്ടെന്ന് മിദ്യാന്റെ കണ്ണിൽ എത്തുവാനും കഴിയത്തില്ല. എന്നാൽ ഇവിടെ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഇവിടെ ഈ നടക്കുന്ന സംഭവത്തെ കുറിച്ച് ഒരറിവ് ഈ മിഥ്യാനക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് നമ്മളിത് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു മനുഷ്യൻ പോലും വെളിയിലിറങ്ങി കൊയ്യാതിരിക്കുമ്പോൾ അവർക്ക് ചാരന്മാരുണ്ട്, ഇവർ മുഴുവൻ ചുറ്റും കിടക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മിഥ്യാന പ്രഭുക്കന്മാരുടെ അടുത്ത് അറിവ് കിട്ടി. എന്താ അറിവ് എന്നറിയാമോ? വൻ ഇറങ്ങിയിട്ടുണ്ട്. അവർ അന്വേഷിച്ചു, അവര് ആൾക്കാരെ വെച്ച് അന്വേഷിച്ചപ്പോൾ ആരാണെന്ന് നോക്കിയപ്പോൾ അത് യോവാശിന്റെ മകനാണ് എന്നുള്ളത് അവിടെ മനസ്സിലായി. അവരുടെ പാളയത്തിൽ അവന്റെ പേര് പ്രസിദ്ധം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സ്വപ്നം കണ്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ ഇതേക്കുറിച്ച് പറയുന്നത്. യോവാശ് എന്ന വ്യക്തിയെ അവിടെ വെളിപ്പെടുത്തിയിരുന്നു. കാരണം ആരും ചെയ്യാത്ത വിധത്തിൽ എല്ലാവരും ഭയപ്പെട്ടു നിൽക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യുന്ന ഈ യോവാശിന്റെ മകനായിരിക്കുന്ന ഗിദെയോൻ എന്ന വ്യക്തി അവൻ അവരുടെ കയ്യിൽ അകപ്പെടാതിരിക്കത്തക്കവണ്ണം കൊയ്തു മെതിക്കുന്നു എന്നുള്ള സന്ദേശം ആർക്ക് കിട്ടിയിരുന്നു? ഈ മിദ്യാന്യ പ്രഭുക്കന്മാർക്ക് ലഭിച്ചിരുന്നു. കാരണം അവൻ ധൈര്യത്തോടെ അങ്ങ് ഇറങ്ങി. ഇന്നലെ കേട്ട മെസ്സേജിന്റെ ആ വിശ്വാസത്തിൽ അവൻ അങ്ങ് ഇറങ്ങിയാ ചെയ്തത്. അവൻ വിചാരിച്ചത് ഞാൻ കൊയ്യും, ഞാനത് മെതിക്കും, അത് ബാക്കി എന്താണ് വരുന്നത് കാണാം എന്നുള്ള ഒരു ചിന്ത. അവനറിയാം ഇവർ വലിയൊരു സമൂഹമായിട്ട് കിടക്കുകയാണ്. എന്നാൽ വലിയ സമൂഹത്തെ കണ്ടിട്ട് അവൻ ഭയപ്പെടാതെ അന്നു രാവിലെ അവൻ ഇറങ്ങിയപ്പോൾ അവന്റെ പാടം നിറഞ്ഞ് കിടക്കുന്നത് അവൻ കണ്ടു. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, അവന്റെ കുടുംബം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ വയൽ കണ്ടപ്പോൾ, ആ ഗോതമ്പ് കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ വിശ്വാസം തോന്നിയിട്ട് അവൻ അന്ന് പതിവിന് വിരുദ്ധമായി കഴിഞ്ഞ 6 വർഷങ്ങൾ ചെയ്യാതിരുന്ന, ഇസ്രായേൽ ആരും ചെയ്യാതിരുന്ന ഒരു പ്രവൃത്തിക്ക് വേണ്ടി അവൻ ഇറങ്ങുകയാണ് ചെയ്തത്. എന്നെ ഇന്ന് രാത്രി ഇന്ന് പകൽ സമയം ഉപവാസപ്പാട് ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആരും ചെയ്യാത്ത പ്രവൃത്തി നാം ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഉള്ളിലൊരു ധൈര്യമുണ്ടായി. ഞാൻ വിചാരിക്കുന്നു അന്ന് രാത്രി മുഴുവനും താൻ ഇത് ചിന്തിച്ചുകൊണ്ടാണ് കിടന്നത്. എനിക്കത് കൊയ്യണം, എനിക്കത് ചെയ്യണം എന്നുള്ള വലിയൊരു ചിന്തയോട് കൂടി കിടന്നു. നേരം വെളുത്തപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തു? അവൻ കൊയ്യുവാൻ വേണ്ടി ഇറങ്ങി. പലരും ചോദിച്ചു കാണും, നീ എന്താ ചെയ്യാൻ പോകുന്നത്, നീ എന്താണ് ചെയ്യുന്നത് എന്നുള്ള പലരും ചോദിച്ചു കാണും. പക്ഷേ ഇവൻ ഒളിച്ചും പാത്തുമല്ല ചെയ്തത്. കാരണം ഇവിടെ എന്ത് സംഭവിച്ചാലും അത് അന്നേരം തന്നെ അതിന്റെ ന്യൂസ് കൊണ്ടുപോയി കൊടുക്കുന്ന ചാരന്മാർ ഇസ്രായേലിന് ചുറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ സ്വപ്നം അതിനെ പറയുമ്പോൾ, സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് മറ്റാരുടെയും അല്ല, ഗിദെയോന്റെ വാളാണെന്ന് ഈ സ്വപ്നം കണ്ടുപിടുത്തി മറ്റോട് പറയുന്നത്. കാരണം അത് അവന്റെ പേരവിടെ വെളിപ്പെട്ടിരുന്നു. അപ്പോൾ ദൈവവചനം യഥാർത്ഥമായി വിശ്വസിച്ചവൻ അവൻ പതിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്തതിനെ കുറിച്ചാണ് ഇവിടെ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ വിശ്വാസത്തിലേക്ക് വരാൻ കാരണം പതിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. നമുക്ക് ദൈവവചനം കേട്ടപ്പോൾ നമ്മൾ ആരും അങ്ങനെ ഇറങ്ങിയതല്ല. നമ്മൾ വിചാരിച്ചു പതിന് വിരുദ്ധമായി മറ്റുള്ളവർ ചെയ്യുന്ന വ്യത്യസ്തമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് യേശുവിനെ സ്വീകരിപ്പാൻ വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദി പറയാം. എത്രയോ പ്രതിസന്ധികൾ പ്രശ്നമുണ്ടായിരുന്നു, എത്രയോ വർഷങ്ങൾ നമ്മെ ഒതുക്കി വെച്ചതാ, എത്രയോ പ്രാവശ്യം നമ്മുടെ നന്മയെല്ലാം കൊണ്ടുപോയതാ. എന്നാൽ നമ്മുടെ കർത്താവിന്റെ വചനത്തെക്കുറിച്ച്, രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച്, നാശം വരുന്ന സാത്താന്റെ കയ്യിൽ നമ്മെ വിടിവിക്കുന്ന ക്രിസ്തുവിന്റെ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ വന്നപ്പോൾ നാം സ്വതവേ ഗിദെയോനെ പോലെ ഇറങ്ങി, ഞാൻ നശിക്കാൻ പാടില്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എൻ്റെ ഭവനം, എൻ്റെ തലമുറകൾ നശിക്കാൻ പാടില്ല, എനിക്ക് വേണ്ടിയുള്ളത് എനിക്കാണ് എന്നുള്ളതായ ഒരു രക്ഷയുടെ, നാശത്തിന് വിരുദ്ധമായ ഒരു രക്ഷയുടെ സന്ദേശം അവന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവൻ അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ ഇടയാത്തതെന്ന്. അത് തന്നെയാണ് നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതം നമുക്കും കാണാൻ സാധിക്കുന്നത്. നാമും ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയവരാ. ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങിയതിനായി
ഇന്ന് പകൽ സമയം സ്തോത്രം ചെയ്യണം. അല്ലെ, നമ്മൾ ഭയപ്പെട്ടിരുന്നെങ്കിൽ, മറ്റുള്ളവരെ പോലെ ഇരുന്നെങ്കിൽ ഇന്നും ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇരുന്ന് പലതും പറഞ്ഞുകൊണ്ടിരിക്കാമായിരുന്നു. എന്നാൽ നാം കേട്ട വചനം അത് സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, ദൈവവചനം കേട്ടപ്പോൾ, അതിന്റെ ആ സത്യം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നാം മറ്റൊന്നും നോക്കാതെ, പാരമ്പര്യങ്ങളെ നോക്കാതെ, ആരെയും നോക്കാതെ തീരുമാനമെടുക്കാൻ കാരണമാറ്റുന്നത് വചനം ക്രിയ ചെയ്തുകൊണ്ടാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിലാണ് വചനം ക്രിയ ചെയ്ത് പ്രവൃത്തിയായി വെളിപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നൂറുകണക്കിനായ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ, ഇസ്രായേലിനുള്ള ഗോത്രങ്ങളുള്ളവർ എല്ലാവരും വചനം കേട്ടെങ്കിലും ഒരുവന്റെ ഉള്ളിൽ വചനം അത് ക്രിയ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യം ചെയ്തു. അതേക്കുറിച്ചുള്ള അറിവും കിട്ടുവാനിടയാ തീർന്നു. എങ്കിലും ഈ പറയുന്ന ഗിദെയോന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഈ പ്രാവശ്യം ഇതൊന്ന് കൊയ്തെടുക്കണം, എന്റെ അവകാശം കാത്തുകൊള്ളണം എന്നായിരുന്നു. പക്ഷേ ദൈവം നോക്കിയപ്പോൾ അവൻ അല്പത്തിൽ വിശ്വസ്തനാണെന്ന് കണ്ടപ്പോൾ ദൈവം അവനെ നോക്കിയിട്ട് അവനെ അധികത്തിന് വിചാരകനാക്കുവാൻ, ഇസ്രായേലിനെ രക്ഷിപ്പാൻ വേണ്ടിയുള്ള ആ നിയോഗം അവന്റെ മേൽ വരാൻ കാരണമായി തീർന്നത് ചെറിയ അവന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. വലിയ ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങണമെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കാമെങ്കിൽ ദൈവം നമ്മളെ വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുവാനിടയായി തരും. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമുക്ക് ഭയവും പേടിയും ഒക്കെ ഉണ്ടെങ്കിലും ചെറിയ കാര്യമാണ് ചെയ്യേണ്ടത്. അവൻ മറ്റൊന്നും ചെയ്തില്ല, എല്ലാവരെയും വിളിച്ചുകൂട്ടി കൊയ്യാൻ വേണ്ടി പറഞ്ഞില്ല. പ്രവാചകൻ എന്നുള്ള സംസാരിച്ചതല്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഇറങ്ങി കൊയ്യാം എന്ന് പറഞ്ഞ ആൾക്കാരെ കൂട്ടി അവൻ അറിയാമായിരുന്നു, അങ്ങനെ ചെയ്താൽ പരാജയപ്പെട്ടു പോകും, യുദ്ധം ചെയ്താൽ ജയിക്കാൻ കഴിയത്തില്ല, എന്നാൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യാം, ബാക്കിയുള്ളത് ദൈവം ചെയ്യട്ടെ എന്നുള്ള ചിന്തയായിരുന്നു അവനുണ്ടായിരുന്നു. അതങ്ങനെ അവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ നോക്കിയാണ്. അവൻ യജമാനെ, യഹോവ നമ്മോട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത് എന്ന് പറയുകയാണ്. യഹോവ പ്രത്യക്ഷനായി പറഞ്ഞു, ഗിദെയോനെ, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ തിരിച്ചു ചോദിക്കുക, യഹോവ കൂടെ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ, ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് അവൻ പറയുകയാണ്, ഞങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുള്ളതാ, എന്റെ പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളതാ, ഇതിങ്ങനെ യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെയാ ചവിട്ടിക്കൊണ്ടിരുന്നപ്പോ, മതിച്ചുകൊണ്ടിരുന്നപ്പോ ചിന്തിച്ചുകൊണ്ടിരുന്ന, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നും ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടെന്നും അവരെ മന്ന കൊടുത്ത് പോഷിപ്പിച്ചെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് പിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ തലമുറകളിലൊക്കെ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് വിചാരിക്കുക, ഇതൊക്കെ എവിടെയാണെന്ന് ചോദിക്കുക. അങ്ങനെ ഒരു ചിന്ത തലമുറകളുടെ വരുന്നത് നല്ലതാ കേട്ടോ. പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. ആത്മീയ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന തലമുറകൾ എഴുന്നേൽക്കണം. അവിടെയാണ് വിടുതൽ സംഭവിക്കുന്നത്. പിതാക്കന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ, അതെ, നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ, വിശ്വാസത്തിലൂടെ ആയ വ്യക്തികൾ, അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അവൻ കണ്ടിട്ടില്ല എങ്കിലും അവൻ അറിയാമായിരുന്നു, എൻ്റെ മുത്തച്ഛൻ പറഞ്ഞ കാര്യം അത് സത്യമാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ അപ്പൻ ആരുമാകട്ടെ അവന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ സത്യമാണ്, അതിനകത്ത് കാര്യമുണ്ട്. യഹോവ എന്ന ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ചോദിച്ചതാണ്, പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെയാ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിഥ്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇവൻ പറയാണ്, ഇതാണ് എന്റെ സത്യാവസ്ഥ, ഇതല്ലേ, ഇങ്ങനെയല്ലേ യഹോവ നമ്മോട് കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? ഇസ്രായേലിലൂടെ ദൈവം ഉണ്ടെങ്കിൽ നമ്മളെ മിഥ്യാനിൽ ഒന്ന് പേടിപ്പിക്കുമോ? നമ്മുടെ കൃഷി മോഷ്ടിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കുമോ? ഇല്ല. എന്നാൽ ദൈവം അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇവർ മുഴുവനും അന്യാരാധനയിലേക്ക് പോയപ്പോൾ, മാറി നിന്നപ്പോൾ ഒരുവനെ ദൈവം അന്വേഷിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശത്തിന്റെ മുഖ്യധാരാ വിഷയം ദൈവം നോക്കുന്നത് വിശ്വാസി ആകുക എന്നുള്ളതാണ്, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക എന്നുള്ളതാണ്. അപ്പോൾ അവിശ്വാസം വന്ന് നമ്മളെ മൂടാനുള്ള സാധ്യതകൾക്ക് വരുമ്പോൾ അവിടെ വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ഇവർ അസാധാരണമായിരിക്കുന്ന ഒരു ഊർജം അവന്റെ ഉള്ളിൽ വന്നത് അന്ന് അവൻ എഴുന്നേറ്റ് മെതിക്കാൻ പോയത് അവന്റെ സ്വന്തം കഴിവുകൊണ്ടല്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു ഉണർവ് മീറ്റിംഗ്, ആ ഒരു സന്ദേശം അവന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി തെറ്റ് ചെയ്തത് നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് ആ തെറ്റുള്ളിടത്തോളം കാലം യഹോവ കൂടെ കാണത്തില്ല. എന്നാൽ അവൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തു. ഞാൻ വിശ്വസിക്കുന്നത് അവൻ എഴുന്നേറ്റപ്പോൾ പിതാക്കന്മാരുടെ ദൈവത്തെ, അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവത്തോട്
പ്രാർത്ഥിച്ചിട്ടാണ് അവൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ ദൈവമേ, എന്നോട് കൂടിയിരിക്കണമേ. അവൻ ആദ്യത്തെ പിടി അവൻ കൊയ്യാൻ വേണ്ടി അരിവാൾ അവിടെ വെക്കുമ്പോൾ അവൻ ഉള്ളുനൊന്ന് ദൈവത്തോട് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, നീ അത്ഭുതങ്ങളുടെ ദൈവമല്ലേ, ഞങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, എന്നാൽ എന്നോട് കൂടെ ഇരിക്കണമേ എന്നുള്ള വലിയൊരു തീരുമാനത്തോടും ആഗ്രഹത്തോടു കൂടിയാണ് അവൻ കൊയ്യാട്ടിറങ്ങിയത്. ഇത് ദൈവത്തിന് മനസ്സിലായി. ഇവന്റെ ഉള്ളിൽ ഇവനോട് പറഞ്ഞ പ്രയോജനമുണ്ടെന്നുള്ളത് കൊണ്ടാണ് ദൈവം ഇവൻ ദൂതൻ ഉറ്റുനോക്കി ഇവനോട് പറയാണ്, നീ ഇപ്പോൾ യഹോവ നീ വെള്ളത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിഥ്യയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു. കർത്താവ്, ഞാനല്ല നിന്നെ അയക്കുന്നത്, എനിക്കറിയാം നിന്റെ ഉള്ളിൽ വചനം വീണിട്ടുണ്ട്, നിന്റെ ഉള്ളിൽ ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്, നീ അത് ഓർക്കുന്നുണ്ട്. മറ്റു പലരും ഓർക്കുന്നില്ല. അവർക്കൊക്കെ ലോകപരമായിട്ടുള്ള പേടിയും ഭയവും ദുഃഖവും ഓട്ടവും എങ്ങോട്ട് ഏത് പർവ്വത്തിൽ ഓടണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അവര് വിചാരിക്കുന്നത് മിഥ്യാന്റെ വരുമ്പോഴത്തേന് ഉള്ളതും കൊണ്ട് ഓടാൻ വേണ്ടി ഇവരെല്ലാവരും തയ്യാറായിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊയ്യണം, അത് മെതിക്കണം, അത് ഉപയോഗിക്കണം എന്നുള്ള ചിന്ത വരാൻ കാരണം അവൻ അവരിൽ നിന്ന് വ്യത്യസ്തനായതുകൊണ്ട്. അവനോട് കൂടെ ആരും കൊയ്യാൻ കൂടിയില്ലല്ലോ, ആരും അവനോട് കൂടെ പോകാൻ തയ്യാറായില്ലല്ലോ. കാരണം അവർക്കൊക്കെ അറിയാമായിരുന്നു ചുറ്റും കിടക്കുന്ന ശത്രു പ്രബലമാണെന്ന് അറിയാമായിരുന്നു. അത് അവർക്ക് ഭയമുണ്ടാക്കിയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം വന്നു കഴിയുമ്പോൾ എത്ര പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും അവിടെ ഇറങ്ങി പ്രവർത്തിപ്പാനുള്ള പ്രചോദനം ദൈവാത്മാവ് നൽകി അവനെ ഒരുക്കിയത് കൊണ്ടാണ് അവൻ അന്ന് അവിടേക്ക് ആ ഗോതമ്പ് കൊയ്യാൻ വേണ്ടി പോയി അവൻ മുന്തിരിച്ചക്കിനരികെ പോയി മെതിക്കാനായിട്ട് ഇടയാത്തുന്നത്. ഞാൻ വിചാരിക്കുന്നത് മുന്തിരിച്ചക്കും കൊയ്ത്തും ഒന്നുമില്ല, മുന്തിരിച്ചക്ക അങ്ങനെ കിടക്കുക, അത് ആട്ടാൻ പറ്റത്തില്ല, അതിന്റെ കാര്യങ്ങളൊക്കെ നിന്ന് കിടക്കുക, ആകെ ഉള്ളത് ഗോതമ്പാ ഉള്ളത്, എല്ലാം താറുമാറായി പോയി. ദൈവമില്ലെങ്കിൽ ദേശം സാത്താന്റെ കയ്യിലായി കഴിഞ്ഞാൽ എന്തിനു വേണ്ടി ഉണ്ടാക്കിയ ഗോതമ്പ് ചക്കുണ്ടോ, അതൊന്നും പ്രയോജനപ്പെടത്തില്ല. അതിപ്പം ഗോതമ്പ് മെതിക്കാനുള്ള സ്ഥലമാക്കി മാറ്റിയിരിക്കുക. കാരണം മുന്തിരി നട്ട് പണിത് അതെവിടുന്നുള്ള ഉണ്ടാക്കി ആനന്ദിക്കാനുള്ള കാര്യമൊന്നുമില്ല. മുന്തിരിച്ചക്ക് കാണിക്കുന്നത് ആനന്ദത്തിന് വേണ്ടിയാണ്. ഇസ്രായേൽ ആനന്ദിക്കാൻ കഴിയത്തില്ല, കാരണം മുന്തിരി കുടിച്ചിരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ആകെ ഉള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം, എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തണം, അതിനു വേണ്ടിയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മുന്തിരിച്ചക്കൊക്കെ അങ്ങനെ കിടക്കുന്നത്. അവിടെ ഒന്നും ഒരു പരിപാടി നടന്നിട്ട് വർഷങ്ങളായി, ആ മുന്തിരിച്ചക്ക് ചവിട്ടിയിട്ട് കുറെ ദിവസങ്ങളായി. അവിടെ അങ്ങനെയുള്ള വീഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യം നടന്നത് അവർക്ക് മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. പല മുന്തിരി ചക്കുകളും അത് ഒരു പ്രവർത്തനമില്ലാതെ കിടക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ദിവസങ്ങളിൽ സന്തോഷിക്കുന്ന വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിനുവേണ്ടി ദൈവം തന്നിരിക്കുന്നത് ചെയ്യുവാൻ നാം പ്രാപ്തരായിത്തീരണം. അപ്പോൾ ദൈവത്തിന്റെ സഭയെ മുന്തിരിവള്ളിയോടും കൊമ്പുകളോടുള്ള ബന്ധത്തിൽ, മുന്തിരിവള്ളി ക്രിസ്തുവും മുന്തിരിയോടുള്ള ബന്ധത്തിൽ ആ കൊമ്പുകൾ നമ്മളുമാകുമ്പോൾ യേശു ക്രിസ്തു ആകുന്ന മുന്തിരിവള്ളിയെ നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. അവരിലെ കൊമ്പുകളാണ് നമ്മൾ. പുതിയ നിയമത്തിന്റെ മാറ്റം വന്നു. എന്നാൽ ഇവിടെ ഇസ്രായേലിന്റെ ഗോതമ്പ് കൊയ്ത്തും മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും സന്തോഷത്തിന്റെ കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അവൻ ചെയ്ത പ്രവൃത്തിയെ ദൈവം കണ്ടപ്പോൾ പറയാണ്, നീ ബലത്തോടെ പോവുക, നീ ഇസ്രായേലിനെ മിഥ്യയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അതിന്റെ മുഴുവൻ ഭാഗം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവൻ അവിടെ വെച്ച് ദൈവത്തോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ നീ തന്നെ എന്നതിനൊരു അടയാളം കാണിച്ചാണെന്ന് പറഞ്ഞു. സംഗതിയൊക്കെ ശരിയാ, എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇത് വലിയൊരു ദൗത്യമാണ് എനിക്ക് തന്നിരിക്കുന്നത്. എൻ്റെ ചിന്തയെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മിഥ്യാന്യരുടെ അടുത്ത് പോയി അവരെ ഞാൻ എങ്ങനെ പരാജയപ്പെടുത്തും? എനിക്ക് പട്ടാളമില്ല, എനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, ഒറ്റ ഒരു മനുഷ്യൻ പോലും എനിക്ക് ഇല്ലാത്തപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ചിന്തയാണ് അവനുണ്ടായിരുന്നത്. കർത്താവ്, ഞാൻ ചെറിയവനും പറയാണ്, എങ്ങനെ രക്ഷിക്കും? മനശ്ശീൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ മിഥ്യാനരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. കർത്താവ് പറഞ്ഞു, എനിക്ക് പട്ടാളമില്ല, എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ആരുമില്ലെങ്കിലും സത്യത്തിന് വേണ്ടി ദൈവവചന സത്യത്തെ വേണ്ടി നിൽക്കാമെങ്കിൽ ഇന്ന് ഈ പകൽ സമയം ഉപവാസത്താൽ ദൈവം പറയുക, ആ വചനത്തിൽ വിശ്വസിച്ചാൽ മതി, ആരും കാണത്തില്ലായിരിക്കാം,
ജയം നൽകുന്നവൻ കൂടെയുണ്ടെങ്കിൽ ആർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ പോലും കാണത്തില്ലായിരിക്കാം, ആരും സപ്പോർട്ടിന് കാണത്തില്ലായിരിക്കാം, ഒരു മനുഷ്യൻ പോലും. എന്നാലും സത്യവചനത്തിന് വേണ്ടി നിന്നുകൊള്ളണം. ലഭിച്ചിരിക്കുന്ന സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവനോട് പറഞ്ഞു, നീ ഒരൊറ്റ മനുഷ്യനെ പോലെ നീ എന്ത് ചെയ്യും? അവരെ നശിപ്പിക്കുമെന്ന്. കർത്താവിന് ഒരൊറ്റ ആളെ മതി ഇതിനെ മുഴുവനും ഇല്ലാതാക്കാനായിട്ട്. ബഹുസഹസ്രമായി കിടക്കുന്ന പൈശാചിക പോരുകൾ കാണും. എന്നാൽ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന ഈ വർഷത്തിൽ തീരുമ്പോൾ ആത്മാവിൽ ദൂതറിയിക്കുക, ഒരൊറ്റ മനുഷ്യനെ പോലെ ഈ ദിവസങ്ങൾ വിടുതൽ സംഭവിക്കാൻ പോകുക. മിഥ്യാനിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഗിദെയോനെ ഉപയോഗിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ഒരൊറ്റ മനുഷ്യൻ മതി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടാൽ അവൻ മുഖാന്തരം അവന്റെ കുടുംബത്തിലും ദേശത്തിലും വിടുതൽ സംഭവിക്കും. അടിമത്തം മാറിപ്പോകും. അതുകൊണ്ട് അടിമത്തം മാറണമെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. എന്നൊന്ന് ഭയപ്പെട്ടോടിയാൽ മതിയോ? എന്നൊന്ന് ഭീരുക്കളെ പോലെ അവകാശങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കണ്ടുകൊടുന്നാൽ മതിയോ? ദിവസങ്ങളിൽ നാം എഴുന്നേൽക്കണം. നാം എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ദൈവത്തിന്റെ ശക്തിയിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ ദൈവം പറയും, നിന്റെ കൂടെ ആരുമില്ലെങ്കിലും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. പകൽ സമയം കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ പരിസരങ്ങളെ നോക്കണ്ട. ദൈവമാണ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നെങ്കിൽ അത് സാധിച്ചെടുക്കാൻ കഴിയും. എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ എന്ത് ചെയ്യും? ഒരൊറ്റ മനുഷ്യനെ പോലെ അവരെ നീ പരാജയപ്പെടുന്നു പറഞ്ഞു. ഇവൻ വിചാരിച്ചു ദൈവം ഇടപെട്ടു, ഇങ്ങനെ മിഥ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്നൊക്കെ ദൂരമൊക്കെ പറഞ്ഞപ്പോൾ വിചാരിച്ചത് അവിടെയുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂട്ടി യുദ്ധം ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ദൈവം പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, യുദ്ധമല്ല. ഇതിന്റെ പുറകിൽ നീ നിന്നാ മതി, നിന്നെ ഞാൻ ഉപയോഗിച്ചോളാം. എത്ര പേര് വിശ്വസിക്കുന്നു? ഈ അവസാന കഥ പറയുക, നിനക്ക് നിൽക്കാൻ പറ്റുമോ? നീ വിശ്വസിക്കാൻ പറ്റുമോ? ദൈവമാണ് സംസാരിക്കുന്ന തെളിവ് നിനക്കുണ്ടെങ്കിൽ നിൽക്കാൻ കഴിയുമോ? എങ്കിൽ നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഒരൊറ്റ മനുഷ്യനെ പോലെ അനേകർ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് ദൈവം ഇവിടെ വെളിപ്പെടുത്തി തരികയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ അന്ന് പറയാണ്, കൊവിയുണ്ടെങ്കിൽ ഒരു അടയാളം കാണിച്ചു തന്നു. ഇപ്പോൾ ഒരൊറ്റ മനുഷ്യനെ പോലെ ഞാൻ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് നീ ഒരു അടയാളം കാണിച്ചതാ. ഇതേറെ ദൈവത്തിൽ പറയാം, അതിന് അടയാളം കാണിച്ചതാ. ഞാൻ എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, യുദ്ധത്തിന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അടയാളം വേണം. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അത് അങ്ങനെ ആയിത്തീരും എന്നുള്ളതിനെ ഉറപ്പ് തരണം. കാരണം എനിക്ക് അത്ര ധൈര്യമൊന്നുമില്ല. ഈ പറയുന്ന മിസ്സൈമിന്റെ അടുത്തോട് ഈ പറയുന്ന മിഥ്യാന്റെ അടുത്തോട് ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ കോരിയെടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ അവർ ഇല്ലാതാക്കി കളയും. നക്കിക്കളയുന്നവരെ പോലെയാണ് മിഥ്യാന്യര്, ഇല്ലാതാക്കി കളയും. പക്ഷേ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിന്നെ തൊടാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽ സമയം ദൈവാത്മാവിൽ ദൂതേറ്റെടുക്കുക. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്. അവനറിയാതെ നമ്മുടെ തലമുറ തലയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴുവാൻ ദൈവം സമ്മതിക്കുകയില്ല. എന്തെങ്കിലും ബലഹീനതയുള്ള വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകർസമയം നമുക്ക് ഒന്നിച്ച് പറയാം, ദൈവം എന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഇവിടെ ഇവൻ അടയാളം ചോദിച്ച് അത് പറഞ്ഞു. അതെല്ലാം ചെയ്ത് കർത്താവ് കാണിച്ചു കൊടുത്ത് അവന്റെ ഉറപ്പും കൊടുത്തു. എന്നാൽ അന്ന് രാത്രി ദൈവനോട് വീണ്ടും സംസാരിച്ച് പറഞ്ഞു, നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, നീ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നിന്റെ പേടി മാറ്റാൻ വേണ്ടി ഞാൻ പോകുകയാന്ന് പറഞ്ഞു. എന്താണെന്നറിയാമോ? വലിയൊരു പരീക്ഷയാണ് ദൈവം അവിടെ ചെയ്തത്. അവിടെ പറഞ്ഞു, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിയുടെ വിടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. ഇവൻ എവിടുന്ന് വരുന്നതാ? ഈ യോവാശ് ആരാ? എന്താ പ്രശ്നം? എന്താ? യോവാശിന്റെ തലമുറയായിരിക്കുന്ന ഗിദെയോന് പാരമ്പര്യം നോക്കിയാൽ ഇവന്റെ വീടാണ് വാസ്തവത്തിൽ ബാലിന്റെ ബലിപീഠമുള്ള സ്ഥലം ഇരിക്കുന്നത്. ബാലിൻ ബലിപീഠമുള്ളവന്റെ അവന്റെ അടുത്ത് നിന്ന് അവൻ ആ യാഗമർപ്പിക്കാൻ വേണ്ടി ബാലിന് വേണ്ടി യാഗമർപ്പിക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്ന, കാരണം യോവാശ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ വർഷവും ചെയ്യുന്നത് ഈ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ബാലിനെ അവൻ സേവിക്കുക. ബാലിനെ സേവിച്ച കഴിഞ്ഞ വർഷങ്ങൾ നിനക്ക് നഷ്ടമായി പോയില്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ ബാലിനെ സേവിക്കാൻ വേണ്ടി നിൽക്കുന്ന കുടുംബത്തിൽ നിന്നാണ് ദൈവം ഗിദെയോനെ വെളിയിൽ കൊണ്ടുവന്നത്. നിനക്ക് ദൈവദർശനം കിട്ടിക്കഴിഞ്ഞാൽ, വചനം കിട്ടിക്കഴിഞ്ഞാൽ, എത്ര പാരമ്പര്യത്തിന്റെ ദുഷ്ടശക്തികളുണ്ടെങ്കിലും അതിൽ നിന്ന് വെളിയിൽ ദൈവം കൊണ്ടുവരും. ബാലിൻ ബലിപീഠം ഉണ്ടായിരുന്ന ആ വലിയ പൈശാചിക ആരാധന നിലനിന്നിരുന്ന ആ കുടുംബത്തിൽ നിന്നാണ് ദൈവം ഗിദെയോനെ വിളിച്ചിറക്കിയത്.
ഇന്ന് ഈ ഈ ഉപവാസ പ്രാർത്ഥനയിലും നമ്മളായിരുന്നത് എത്രയോ വലിയ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന, ശാപങ്ങൾ നിറഞ്ഞ, ഇരുൾ നിറഞ്ഞ എത്രയോ കുടുംബങ്ങളിൽ നിന്നാണ് ദൈവം ഗിദെയോനെ പോലെ ഓരോരുത്തരെയും വെളിക്കൊണ്ടുപോകാൻ ഇടയാത്തുന്നത്. അതിനാൽ ഞാൻ ഇന്ന് ഈ ദൈവവാസ സ്തോത്രം ചെയ്യാണ്. അവരോട് പറഞ്ഞു, നീ അത് പോയി ഇടിക്കണം, വാല്യം ബലി ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠ വെട്ടിക്കളയുക. ഈ ദുർഗത്തിന്റെ മുകളിൽ എന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ ആണ്ടത്തെ കാളയെ എടുത്ത് തീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറകുകൊണ്ട് ഹോമയാൻ കഴിക്കാൻ പറഞ്ഞു. പറഞ്ഞു, നിനക്ക് ഇവിടെ ഹോമയാൻ കഴിക്കാൻ വിറകൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷേ നിന്റെ അപ്പൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദൂതാവട്ടോ, ദൂത ദൈവനാമത്തിന് വേണ്ടി ബാലിന്റെ പീഠമിടിക്കണം. അത് പറഞ്ഞു, നിനക്ക് കാളയില്ലെന്ന് എനിക്കറിയാം, നിനക്ക് യാഗപീഠമില്ലെന്ന് എനിക്കറിയാം, നിനക്ക് യാഗത്തിനുള്ള വിറകില്ലെന്നറിയാം. യാഗത്തിനുള്ള വിറക് പാരമ്പര്യമായിട്ട് നിന്റെ വീട്ടിലില്ല. പക്ഷെ എന്നാൽ അവിടെ ദൈവം പറഞ്ഞത്, ഈ ബാലിന് ബലി കഴിക്കാൻ വേണ്ടി അവന്റെ അപ്പൻ തയ്യാറാക്കിയ പലതുമുണ്ട്. ഒരു കാളയെ ഉണ്ടാക്കിയിട്ടുണ്ട്, കാളയെ നിർത്തിയിട്ടുണ്ട്. ഇളയ കാളയെ മാറ്റി നിർത്തിയിരിക്കുക. എന്തിനു വേണ്ടി അറിയാം? ബാലിന് യാഗം അർപ്പിക്കാൻ വേണ്ടി. അവൻ ബാലിൻ ബലിപീഠം പണിതിട്ടുണ്ട്. ദൈവം പറഞ്ഞു, ഇതാണ് ആദ്യം ഇടിക്കേണ്ടത്, നീ അതിടിക്ക്. അതിനെ ആ അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയുമ്പോൾ അതിന് നിനക്ക് യാഗം നടത്താനുള്ള വിറകുണ്ടാകുമെന്ന്. എത്ര പേർ ദൂതേറ്റെടുക്കും? അത് ചില ബാലിൻ ബലിപീഠം ഇടിക്കപ്പെടാനുണ്ട്. ദിവസങ്ങളിൽ പാരമ്പര്യമായി കെട്ടിവെച്ചിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും നടന്നാൽ നിനക്ക് വിടുതൽ കിട്ടത്തില്ല. അതിന് ചുറ്റുമാ നീ ആയിരിക്കുന്നെങ്കിൽ നിനക്ക് കിട്ടത്തില്ല. ഇവിടെ പാരമ്പര്യം ഇടിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെയുള്ള കാര്യങ്ങൾ പോയി നമ്മൾ നശിപ്പിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, വിട്ടുപോരുമ്പോൾ ശരിക്ക് വിട്ടുപോകണം. നീ മാറുമ്പോൾ ശരിക്കും മാറണം. യഹോവയുടെ നീ പണിയാൻ ഉദ്ദേശിക്കുന്ന യാഗപീഠം അത് ഒരിക്കലും ബാലിന്റെ ബലിപീഠം ഇരിക്കുന്നിടത്ത് പറ്റത്തില്ല. രണ്ട് ആരാധന ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്നതും പൈശാചികനെ ആരാധിക്കുന്നതും ഒരുമിച്ച് പോകത്തില്ല, ഒരുമിച്ച് പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞു, അത് നീ ഇടിച്ചിട്ട് വേണം നിയമപ്രകാരമുള്ള എന്റെ യാഗപീഠം പണിയുവാൻ. യാഗപീഠവും ആരാധനയും പ്രാർത്ഥനയും എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷേ പലരും ഇന്നും ഇടിക്കാതിരിക്കുന്ന ചില പ്രതിഷ്ഠകളുണ്ട്, ചില ബാലിൻ ബലിപീഠങ്ങളുണ്ട്, ചില പാരമ്പര്യ ശക്തികളുണ്ടെന്ന് ദൈവാത്മാവിൽ ദൂത് പറയുക. ഇടിയപ്പെടണം, അതിനെ ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത്, ഇളയ കാളയെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് ആണ്. അപ്പം അന്ന് വരെ ഇവന് കൊടുക്കാൻ വെച്ചിരുന്നത് ദൈവം പറഞ്ഞു, ഇന്ന് വരെയും ഇതെല്ലാം കൊണ്ടുപോകാൻ കാരണം നിന്റെ പിതാക്കന്മാർ ഇങ്ങനെയുള്ളതിനെ ആരാധിച്ചത് കൊണ്ടാണ്. എന്നാൽ നിന്നെ ഞാൻ വ്യത്യസ്തനായിട്ട് എങ്ങനെ നിന്നെ ജയാളിയാക്കാം, എങ്ങനെ നിനക്ക് പാരമ്പര്യങ്ങളെ ഉടച്ചു കളഞ്ഞ് അതിൽ നിന്ന് ജയമെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവയുടെ ആലോചന പറഞ്ഞു. ആ കാളയുണ്ടല്ലോ, അതിനെ വെച്ചിരിക്കുന്നത് ബാലിന് വേണ്ടിയുള്ളതാ. നീ ഒരു കാര്യം ചെയ്യേ, ബാലിന്റെ ബലിപീഠത്തിൽ എനിക്ക് യാഗമർപ്പിക്കരുത്, അതിനെ ഇടിച്ചു കളയണം എന്ന് പകൽ സമയം ആത്മാവിൽ ദൂത് പറയുക. ബാലിന്റെ ബലിപീഠം വെച്ചുകൊണ്ട് നീ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നോക്കരുത്. നോക്കിയിട്ട് ബാലിന്റെ ബലിപീഠത്തിൽ വെച്ച് ഈ യാഗം നടത്തിയ പോലെ. എന്നാൽ അങ്ങനെയല്ല ദൈവം പറഞ്ഞത്. ആദ്യം അതിന്റെ ആരാധന നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇടിച്ചു കളയണം. യാതൊരുവിധമായ ഭയം ഉണ്ടാകാൻ പാടില്ല. ഒരു വിശ്വാസത്തിൽ വരുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് അവന്റെ ഹൃദയത്തിൽ നിന്ന് സകല ഭയവും വിട്ടുമാറണം. അതെ, ബാലിന്റെ ബലിപീഠത്തിൽ വെച്ചൊരിക്കലും ദൈവിക ആരാധന നടക്കാൻ പാടില്ല. ദൈവം പറഞ്ഞു, നീ ആദ്യം ചെയ്യേണ്ടത് ബാലിൻ ബലിപീഠം ഇടിച്ചു കളയണം, അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയണം. എന്നിട്ട് വേണം നീ എന്ത് ചെയ്യണം? യാഗപീഠം നിയമപ്രകാരം ഒരു യാഗപീഠം പണിയേണ്ടത്. എല്ലാവരും പോയി സ്നാനപ്പെടും, എല്ലാവരും സ്നാനപ്പെടും. പക്ഷേ യഥാർത്ഥ സ്നാനം അതല്ല. സ്നാനം എന്നുള്ളത് ശരിയായി ഇടിച്ചു കളഞ്ഞതിന് ശേഷമേ പുതിയ സൃഷ്ടിയായതിനു ശേഷമേ അവിടെ ദൈവത്തിന്റെ ആരാധന ദൈവം സ്വീകരിക്കത്തുള്ളൂ. പഴയതെല്ലാം അവിടെ വെച്ചുകൊണ്ട് എന്തെല്ലാം പറഞ്ഞാലും അത് അതിന്റെ വഴിക്ക് പോകും. അതുകൊണ്ട് ശുദ്ധീകരണം വരുത്താൻ വേണ്ടി ദൈവം നോക്കിയപ്പോൾ ഇവനോട് പറഞ്ഞു, ഹിദെയോനോട് പറഞ്ഞു, ഹിദെയോനെ, ഞാൻ പറഞ്ഞ് ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷേ നിനക്ക് പേടിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ അപ്പൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന
ആ ആ ബാലിന്റെ ബലിപീഠമുണ്ടല്ലോ, അവിടെ കാളയെ അർപ്പിക്കാൻ പോകുക. എന്തിനു വേണ്ടി അറിയാമോ? വിദ്യയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ എത്ര കാളയെ അർപ്പിച്ചാലും എന്തെല്ലാം ചെയ്താലും വിടുതൽ ഉണ്ടാകത്തില്ല. എന്നാൽ നിനക്ക് ഞാൻ വിടുതൽ നൽകാം. നീ ആദ്യം ചെയ്യേണ്ടത് നിയമപ്രകാരം ഒരു ഒരു യാഗപീഠം പണിയണം. നിയമപ്രകാരം യാഗപീഠം പണിയണമെങ്കിൽ ആദ്യം നീ പണിത് വെച്ചിരിക്കുന്ന നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം ഇടിച്ചു കളയണം. നിന്റെ ഉള്ളിലിരിക്കുന്ന പാരമ്പര്യത്തിന്റെ ആ ശക്തികൾ ഇടിയപ്പെടണം. അത് മാറ്റണം. അത് മാറിയതിന് ശേഷമായിരിക്കണം യേശുവിനെ ആരാധിക്കേണ്ടത്. അത് മാറ്റിയതിന് ശേഷമായിരിക്കണം കർത്താവിനെ ആരാധിക്കേണ്ടത്. അല്ലാതെ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് പണിയുന്ന ആടിങ്ങൾ കൂട്ടത്തിൽ നിന്ന് കാണിക്കുന്നതല്ല സത്യാരാധന. ഇടിക്കേണ്ടതിനെ ഇടിച്ച് മാറ്റേണ്ടതിനെ മാറ്റിയിട്ട് മാത്രമേ ആരാധനയ്ക്ക് ഒരുങ്ങാവുള്ളൂ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെ ഇടിച്ചു കളയാൻ പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനത് ചെയ്യുവാൻ തയ്യാറായി. അവനത് ചെയ്യാൻ തയ്യാറായി. ദൈവത്തിന്റെ ആരാധനയും ഇരുളിന്റെ ആരാധനയും ഒരുമിച്ച് പോകത്തില്ല. വെളിച്ചവും ഇരുളും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. അപ്പോൾ ഇരുളിന്റെ ശക്തിയെ ഇടിച്ചു കളഞ്ഞുകൊണ്ട് അവിടെ വെളിച്ചത്തിന്റെ നിയമത്തിന്റെ ആരാധന വെളിപ്പെടുത്താൻ വേണ്ടി യഹോവയാം ദൈവനോട് പറഞ്ഞു. അവൻ ദൂതറിയിച്ചു, യാഗപീഠം പണിത് കാളയെ കാളയാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ യാഗപീഠം നല്ലതാണെങ്കിൽ ഈ കാള എന്റേതാ, അതിനെ ഇവൻ നേർന്നിട്ടേ ഉള്ളൂ, അതെന്റേതാ. അതുകൊണ്ട് അതിന്റെ അവകാശം അവനില്ല. പക്ഷേ പണിതിരിക്കുന്ന ഈ പറയുന്ന ബാലിന്റെ യാഗപീഠം അതെന്റേതല്ല, അത് നിങ്ങളുണ്ടാക്കിയിരിക്കുന്നത്, അതിടിച്ചു കളയണം. പക്ഷേ ഈ നേർന്നിരിക്കുന്ന കാളയുണ്ടല്ലോ, അതെനിക്ക് അർഹതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആ കാള ഉപയോഗിച്ചോളാൻ പറഞ്ഞത്. അതിനെ അശേര പ്രതിഷ്ഠയുടെ അതിനെ വെട്ടിയിട്ട് അതിന്റെ എടുത്തോളാൻ പറഞ്ഞു, വിറകെടുത്തോളാൻ പറഞ്ഞത് ഇത് കത്തിച്ചാമ്പലാകാനുള്ളതല്ലേ. അന്ന് അവിടെ വലിയൊരു യാഗം നടന്നത് വാസ്തവത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു യാഗം നടക്കുക. അന്ന് അവനൊരു യാഗപീഠം ഇവിടെ പണിതു. ആ യാഗപീഠത്തിന്മേൽ വിറകടിക്കിയത് അവിടുന്ന് അശേര പ്രതിഷ്ഠയായിരുന്നു. അതിനെ അതിനെല്ലാം വെട്ടി കത്തിക്കുന്ന പരുവത്തിലാക്കി ആ കാളയെ അവനവിടെ യാഗമർപ്പിച്ചു. അവനത് പകൽ ചെയ്യാതെ രാത്രിയിലാണ് അവൻ ചെയ്തത്. പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതിനരികെയുള്ള നിശ്ചല പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തെങ്കിൽ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്നത് കണ്ടു. പട്ടണക്കാരെല്ലാം കാത്തിരിക്കുകയായിരുന്നു. ഈ ഒരു യാഗം നടത്താൻ വേണ്ടി, യോവാശ നടത്താൻ വേണ്ടി കാത്തിരുന്ന യാഗം മകനങ്ങ് നടത്തി. എങ്ങനെ നടത്തിയെന്നറിയാമോ? ഇടിച്ചു കളഞ്ഞിട്ട് പണിയേണ്ടതിനെ പണിതിട്ട് ഒരു പ്രത്യേക യാഗം അങ്ങ് നടത്തി. നടത്തിയപ്പോൾ അവിടെ വെന്തു പോകണ്ട അതെല്ലാം വെന്തുപോയി, തീയിലിട്ട് വെന്തുപോയി. ഇവിടെ ദൈവത്തിന്റെ യാഗമർപ്പിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചു കൊടുത്തപ്പോൾ യാഗപീഠം നിയമപ്രകാരമുള്ളതാണ്. ആ വിറക് അവിടെ കിട്ടിയത് അവന് അശേര പ്രതിഷ്ഠയെ അതിനെ വെട്ടിക്കളഞ്ഞത് അതിനെ വിറകുകളെ യാഗത്തിനായിട്ട് ഉപയോഗിച്ചു. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ അവന്റെ തലമുറ, അവന്റെ പിതാവ് ചെയ്യാൻ വേണ്ടി, ബാലിന് വേണ്ടി ചെയ്യാൻ വെച്ചിരുന്നുവോ അതിനെയെല്ലാം എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ദൈവം അവനെ ഉപയോഗിക്കാൻ ഇടയാക്കി. അതിനെ ഇടിച്ചു കളഞ്ഞിട്ട് ആ കാളയെ ദൈവത്തിന് അർപ്പിക്കുവാൻ വേണ്ടി യാഗമർപ്പിച്ചു. അങ്ങനെ അവനത് ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ കാണുമ്പോൾ നിയമപ്രകാരമുള്ള യാഗപീഠത്തെങ്കിലാണ് യാഗം കഴിക്കേണ്ടത്. അല്ലാതെ ബാലിന്റെ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് അതിനെ ഇടിച്ചു കളയാതെ നീ ഒരു യാഗം നടത്തിയാൽ ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിന് അനീതിയാണ്. അതുകൊണ്ടാണ് ദൈവം അവിടെ പറഞ്ഞത് ആദ്യം നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളയണം. ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ പ്രവൃത്തിയും വെളിപ്പെടുവാൻ വേണ്ടി അവനോട് സംസാരിച്ചപ്പോൾ അവിടെ ഒരു ശുദ്ധീകരണമാണ് അവിടെ ഉണ്ടായത്. ഇസ്രായേലിന്റെ നാശത്തിന് മുഴുവൻ കാരണം ഈ ബാലിൻ ബലിപീഠവും അവന്റെ അപ്പൻ ചെയ്തുകൊണ്ടിരുന്ന, എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ പൈശാചിക ബാലിന്റെ ആരാധനയായിരുന്നു. അതിനെല്ലാം കാരണമായി തീർന്നത് അവന്റെ കുടുംബത്തിൽ തന്നെ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ച് അത് നീക്കിക്കളഞ്ഞപ്പോൾ അവിടെ വലിയ വിടുതൽ ഉണ്ടാകുവാൻ വേണ്ടി ഇടയായിരുന്നു. ഇവരെല്ലാം ഒരുമിച്ച് കൂടി. പക്ഷേ അപ്പന് മനസ്സിലായി ഇവൻ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് അവനെ ചോദിക്കുന്നത്? അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ, അവൻ ദൈവമായിരുന്നെങ്കിൽ അവനോട് ഇടപെട്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പേര് അന്ന് മുതൽ മാറി അവന് യെരുബാൽ എന്ന് പേരിട്ടു. യെരുബാൽ എന്ന് പറഞ്ഞാൽ ബാല് പ്രതികരിക്കട്ടെ, വ്യവഹരിക്കട്ടെ, അവൻ ദൈവമാണെങ്കിൽ അവൻ ചെയ്യട്ടെ. ഇവൻ ഇത് ചെയ്തപ്പോൾ അവൻ അത് ചെയ്തത് വലിയൊരു തെറ്റാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അവൻ എവിടെ പോയി, ആ ദൈവത്തെ ശക്തി എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട്
യെരുബാൽ എന്ന് പേരിട്ടു. അവനൊന്നും സംഭവിപ്പാൻ തുടയാത്തതെന്നില്ല. അപ്പോൾ അങ്ങനെ മിദ്യാന്റെ അമോലിക്കലും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ കടന്ന് ഇസ്രായേൽ താഴ്വരയിൽ പാളയം ഇറങ്ങി. ഇവിടെ ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഇടിക്കേണ്ടതിനെ ഇടിച്ചു കളഞ്ഞു കഴിഞ്ഞപ്പോൾ, മാറ്റേണ്ടതിനെ മാറ്റേണ്ടതായിട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, പിന്നീട് ഈ ശത്രു സൈന്യം അത് പാളയം പോലെ അവർ ചുറ്റുമിറങ്ങുന്ന സമയത്താണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ ദൈവം യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബിയേസ്രീയെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. അവൻ മനശ്ശയിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു. അവരെയും തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. ആശേരിന്റെയും സെബൂലിന്റെയും യിഫ്താലിന്റെയും അടുക്കലും ദൂതന്മാരെ അയച്ചു. അവരും പുറപ്പെട്ടു വന്ന് അവരോട് ചേർന്നു. പക്ഷേ ഈ കാഹളമൂതി ദൈവത്തിന്റെ ആത്മാവ് ഗിദെയോന്റെ മേൽ മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കി ആരുടെ മേലും വന്നില്ല. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതിയപ്പോൾ ഇത് കേട്ടുകൊണ്ട് എല്ലാവരും ഓടി വന്നു. എല്ലാവരും ഓടി വന്ന് എല്ലാവരും നിന്ന് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇങ്ങനെ കൂടി വന്നവരൊന്നും ശരിയായ രീതി വന്നതൊന്നുമല്ല. ഈ കാഹളശബ്ദം കേട്ടപ്പോൾ ഓടി വന്നതാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് പോകാം എന്നൊക്കെയുള്ള ധാരണയൊക്കെയുള്ളവരുണ്ട്. പക്ഷേ ഈ കൂടി വന്നവരുടെ എണ്ണം നമുക്ക് കാണാൻ സാധിക്കുന്നത് 32,000 പേരാണ് കൂടി വന്നത്. ആശേരിൽ നിന്നും നഫ്താലിയിൽ നിന്നും അങ്ങനെ അവന്റെ അബിയസിൽ നിന്നും മനശ്ശയിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ കൂടി വന്നപ്പോൾ 32,000 പേരാണ് കാഹള ശബ്ദം കേട്ട്, കാഹളം പോകുന്ന കേട്ടിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി യോവാശിന്റെ മകനായിരിക്കുന്ന ഈ പറയുന്ന യെരുബാലാകുന്ന ഗിദെയോന്റെ അടുക്കൽ വന്നത്. ദൈവം പറഞ്ഞു, ഇത് കൂടുതലാ, 32,000 വേണ്ട, അതുകൊണ്ട് ഒരൊറ്റ കാര്യം ചെയ്തേക്കാൻ പറഞ്ഞു. മിദ്യാന്റെ കയ്യിലേൽപ്പിക്കുകയില്ല, കാരണം ഇവര് അവിശ്വാസികളാ, വിശ്വാസമില്ലാത്തവരാ. ഇത് നീ കാഹളം ഊതി കൊണ്ട് വന്നതേ ഉള്ളൂ. ഇവരുടെ മേൽ അങ്ങനെയുള്ളൊരു അഭിഷേകമില്ല. എന്നാൽ ദൈവം അവിടെ ഒരു ചെറിയ കൂട്ടത്തെ കണ്ടിരുന്നു. ഈ കൂടി വന്നതിൻ്റെ അകത്ത് നിന്ന് ചെറിയൊരു കൂട്ടത്തെ ദൈവം കണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, പലരും സുവിശേഷത്തിന്റെ ശബ്ദം കേട്ട് ഓടിക്കൂടാറുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ചെറിയൊരു കൂട്ടമേ ദൈവത്തോടു കൂടെ നിൽക്കുകയുള്ളൂ. ഒരുപാട് പേര് പലതും കേട്ട് ഓടിക്കൂടാറുണ്ട്, സാക്ഷ്യങ്ങൾ കേട്ട് ഓടിക്കൂടാറുണ്ട്. പക്ഷേ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ വിശ്വസ്തരായിരിക്കും. അവരെ അവൻ പരീക്ഷിച്ചു കൊടുക്കുകയാണ്. ഇവര് ഓടി വന്നപ്പോൾ ആദ്യം പറഞ്ഞു, ഭയവും ഭീരുത്വമുള്ളവരെല്ലാം വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞപ്പോൾ ഗിലെയാദ് പർവ്വത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ. ഗിലെയാദ് പർവ്വത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഗിലെയാദ് പർവ്വത്തിൽ വെച്ച് 32,000 പേര് കൂടി വന്നപ്പോൾ ഗിദെയോൻ ഒരൊറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഭയവും ഭീതിയും ഉണ്ടെങ്കിൽ ഓടിപ്പൊക്കോ, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ അങ്ങനെ ജനത്തിൽ 22,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. ഒന്നാമത്തെ ഒരു അരിപ്പ ഗിദെയോനോട് പറഞ്ഞു, പേടിയും ഭീതിയും ഒക്കെ ഉള്ളവർ പൊക്കോളാൻ പറഞ്ഞു. ഇവൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ ജനസംഖ്യ കൂടുന്നേ ഉള്ളൂ, എണ്ണമുണ്ടെന്നേ ഉള്ളൂ, മറ്റുള്ളവരോട് ഭയപ്പെടുത്തും, മറ്റുള്ളവരോട് ഭീതിപ്പെടുത്തും. ഇന്ന് ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവരെ കൊണ്ട് സുവിശേഷം അറിയിക്കാൻ പോകരുത്. ഈ കൂട്ടത്തിൽ വരുന്നവര് വന്നിട്ട് പിന്നെയും പ്രശ്നം കൂട്ടുന്നവരാണെങ്കിൽ അവരെയും കൊണ്ട് ഒരിക്കലും ശുശ്രൂഷയ്ക്ക് പോയാൽ ശരിയാകത്തില്ല. നിങ്ങൾ കൂടെ വരുന്ന ഒരാൾ രോഗിയെ കാണുമ്പോഴത്തേന് വന്നിട്ട് കണ്ടു കഴിയുമ്പോൾ ആ രോഗിയെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനെ എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് പോരുന്ന കൊണ്ടുപോകരുത്. മനസ്സിലായോ? ഇവിടെ ഉള്ളിൽ പേടിയാ. ഈ പേടിയുള്ള സുവിശേഷം പറയാൻ പോലും പേടിയേ പറയുള്ളൂ. അങ്ങനെയുള്ളവരെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് പരിശോധിച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. എല്ലാവരെയും കൊണ്ടുപോകാൻ ചിലപ്പം ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ചിലർ ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതാണെന്ന് അവിടെ ക്രിട്ടിക്കലാക്കിയിട്ട് വിടുകയുള്ളൂ, സീരിയസ് ആക്കി വിടുകയുള്ളൂ. കാരണം ഇത് പറഞ്ഞെല്ലാം പേടിപ്പിക്കും. അങ്ങനെ ഭയപ്പെടുത്തുന്നവരാരും ഈ പരിപാടിക്ക് പോകരുത്. സുവിശേഷീകരണം അതിനുവേണ്ടി ഇറങ്ങുമ്പോൾ ഭയം ഇല്ലാത്തവരും ഭയപ്പെടുത്തുവാൻ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നവരും ആകരുത് സുവിശേഷകർ. അതാണ് അവിടെ പറഞ്ഞത്. ഇത്രയും ആൾക്കാർ പോകുമ്പോൾ, ഇനി പോകുമ്പോൾ 30,000 പേരെ കൂട്ടത്തിൽ കൂട്ടിയാൽ ഒരു പ്രയോജനമില്ല. ഇത് എണ്ണം ഉണ്ടെന്നേ ഉള്ളൂ. ഇവന്റെ ഉള്ളിലെല്ലാം ഭയമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയം പറഞ്ഞ് അവിടെ വെപ്രാളവും വിഷയം ഉണ്ടാകും, നിക്കത്തില്ല, ഒരെണ്ണം പോലും നിക്കത്തില്ല. ഈ ശത്രുപാളയത്തിന്റെ ചുറ്റും പോയി നിൽക്കാൻ വേണ്ടിയുള്ളവരെ ദൈവം നോക്കുന്നത്. ആ വലിയ പാളയത്തിന്റെ അത്രയും ആൾക്കാർ കിടക്കുന്ന വലിയൊരു പാളയത്തിന് ചുറ്റും ഒന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ നിരായുധരായി ദൈവം നിൽക്കുമ്പോൾ അവിടെ അനങ്ങാതെ നിൽക്കണമെങ്കിൽ വിശ്വാസം മുഴുവനും മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ബാക്കി ഇത്രയും പേര് ചെന്ന് കഴിഞ്ഞ് ഇവരെല്ലാം ചുറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ചെറിയ അനക്കം വരുമ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യും?
പരക്കം പായും. അതുകൊണ്ട് അങ്ങനെയുള്ളവനെ വേണ്ട. ദൈവം പറഞ്ഞു അങ്ങനെയുള്ളവരെ വേണ്ട. ഇപ്പോൾ ഈ 22,000 പേര് കൂടുതലാണ്. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. മടങ്ങിപ്പോകുന്നവരാണ് കൂടുതൽ. ജനത്തിൽ ഇത് പറഞ്ഞ് 22,000 പേർ മടങ്ങിപ്പോയി. ഇറങ്ങി വന്നത് എന്തിനായിരുന്നു? സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നതാ. എന്ത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നതാ? എന്ത് കാര്യം വന്നാലും ഞങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ. യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതാ. പക്ഷേ ഭയവും ഭീതിയൊക്കെ ഉണ്ട്. പൊക്കോളാൻ പറഞ്ഞപ്പോഴത്തേന് ഈ ഭീതി വരുത്തിയാലെല്ലാം സ്ഥലം വിട്ടു. ഞാൻ വിചാരിക്കുന്നത് ഈ ഈ ഗിദെയോൻ ശരിക്കൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പേരുണ്ട്, നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ കൈ ആയുധമൊന്നുമില്ല, ദൈവം പറയുന്നല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേ, ഈ ഭീതിയും ഭയമൊക്കെ ഉണ്ട് പൊക്കോണം, നിൽക്കുകയാണെങ്കിൽ അതിന് ഉള്ള തയ്യാറുള്ള നിന്നാൽ മതി എന്നുള്ളൊരു പ്രസ്താവന അവിടെ പ്രസ്താവിച്ചു. വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ചിലപ്പോൾ പറഞ്ഞു കാണും. തലവരെ പോകും, നമ്മളിവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടവരാണ്, ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത്? ഇത്രയും വലിയ സമൂഹത്തിനിടയിലാണ് പോയി നിൽക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഭയമോ പേടിയോ ഒക്കെ ഉണ്ടെങ്കിൽ സ്ഥലമിട്ടോളാൻ പറഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ ശരിയാണ്, ഇത്രയും വലിയ സമൂഹത്തിനെതിരെ നമ്മൾ പോയി എന്ത് ചെയ്യാനാണ്? അവർ നേരെ വീട്ടിലോട്ട് മടങ്ങിപ്പോയി. കാരണം ഇവൻ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടി അവര് എന്താക്കി തീർക്കും, ഭീരുത്തുക്കളാക്കി മാറ്റും, നിൽക്കത്തില്ല. ഇപ്പൊ കഥ പറഞ്ഞു, യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകും, അവരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോവുക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. യഹോവ യുദ്ധസൈന്യത്തെ പരിശോധിക്കും. യഹോവ യുദ്ധസൈന്യത്തെ പരിശോധിക്കുന്നവനാ. യഹോവ പറഞ്ഞു, ഞാൻ പരിശോധിച്ചു തരാം. നിനക്കറിയത്തില്ല ഗിദെയോനെ, നിനക്കറിയത്തില്ല. നിന്റെ കൂടെ ഒരുപാട് പേര് ഓടിക്കൂടും, പക്ഷേ ഇവരെല്ലാം പേടിത്തൊണ്ടന്മാരാ. ഇവരൊക്കെ സമയം വരുമ്പോൾ സ്വന്തം ജീവന് വേണ്ടി ഓടിപ്പോകുന്നവരാ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയും കൊണ്ട് പോയാൽ നിനക്ക് പരാജയമാ. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ഞാൻ തന്നെ പരിശോധിച്ചു തരാം. നമുക്കറിയത്തില്ല ഓരോരുത്തരുടെ ഹൃദയം എന്താണെന്നുള്ളത്. പ്രാർത്ഥിച്ചോണം കേട്ടോ. ആട് കൊടുത്ത് സുവിശേഷം ആട് കൊടുത്ത് പ്രവർത്തിക്കുക, എങ്ങനെ നിൽക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കണം. എതുകൊണ്ട് കർത്താവേ, എനിക്കൊന്നും അറിയത്തില്ല, നീ പരിശോധിച്ചത് എൻ്റെ കൂടെ നിർത്താവുള്ള പ്രാർത്ഥിക്കണം. ദൈവം പറഞ്ഞു, ഞാൻ പരിശോധിച്ചു തരാം. ഞാനാ പരിശോധിക്കുന്നത്, നീയല്ല പരിശോധിക്കേണ്ടത്. നിനക്കറിയത്തില്ല, നിനക്ക് ഇവിടെ നിന്ന് ഉള്ളറിയത്തില്ല. ഇവർ വന്നു കൂടിയപ്പം ധൈര്യവും ഇതൊക്കെ പറയും, പക്ഷേ പ്രശ്നം വരുമ്പോൾ ഇവരൊക്കെ അപകടകാരികളാ. അതുകൊണ്ട് ഞാൻ പരിശോധിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അവരെ പരിശോധിച്ചു. സൈന്യത്തിൽ നിന്ന് 10,000 പേര് അവിടെ ഇറങ്ങി നിന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇവൻ നിന്നോട് കൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോട് കൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ പോരേണ്ട എന്ന് കൽപ്പിച്ചു. ബൈബിൾ ഉണ്ടെങ്കിൽ കൂടെ അടിവരി ഇട്ടേക്കണം. ആര് പോരണം, ആര് പോരണ്ട എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. പക്ഷേ ഈ ഗിദെയോൻ നോക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ളവരെയൊക്കെ നോക്കിയപ്പോൾ ഗിദെയോൻ വിചാരിച്ചാൽ ഇവരൊക്കെ കൂടെ നിൽക്കണമെന്ന് വിചാരിച്ചു കാണും. അപ്പൊ അങ്ങനെയുള്ളൊരു തെരഞ്ഞെടുപ്പ് 10,000 പേരെ കുറിച്ച് നോക്കിയപ്പോൾ ഗിദെയോന്റെ മനസ്സിൽ വന്ന് കാണും. പക്ഷെ ദൈവം പറഞ്ഞു, അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത് ഞാൻ പറയുന്നവൻ നിന്നോട് കൂടെ പോരട്ടെ, ഞാൻ പറയാത്തവൻ എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും എത്ര കഴിവുള്ളവനാണെങ്കിലും വരണ്ട, എത്ര സമ്പത്തുള്ളവനാണെങ്കിലും എത്ര പിടിപാടുള്ളതാണെങ്കിലും. ശ്രദ്ധിക്കണം കേട്ടോ, എത്ര പിടിപാടോ എത്ര സമ്പത്തോ ഉള്ളവരായിക്കൊള്ളട്ടെ, സുവിശേഷത്തിന് വേണ്ടി പങ്കാളിയെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് ചെവി കൊടുക്കരുത്. ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. ദൈവമാണ് പരിശോധിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് പരിശോധിച്ചേണ്ടത്. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് ചോദിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട് പട്ടി നക്കിക്കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കിക്കുടിക്കുന്നവരെയൊക്കെയും വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. ഇവിടെ തെളിവായിട്ട് പറഞ്ഞത് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് പരിശോധിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇവർ വെള്ളം കുടിക്കുമ്പോൾ ആരെല്ലാം നക്കിക്കുടിക്കുമോ, കുനിയാതെ നക്കിക്കുടിക്കുമോ, ഞാൻ വിചാരിക്കുന്നത് അവരുടെ നാവിനടുത്ത് അവരുടെ കഴുത്തിനറ്റം വെള്ളമുണ്ട്, അങ്ങനെയാണ് നക്കി കുടിക്കാൻ പറ്റുന്നത്. അങ്ങനെ കുടിക്കുകയോ അതല്ല ഇതിനെ കുനിഞ്ഞ് വെള്ളം കുടിക്കുകയോ ചെയ്യുന്നവനെ വേണ്ടാന്ന് പറയും. വെള്ളം നക്കി കുടിക്കുന്നത് പോലെ. നമുക്കറിയാം, ഈ പട്ടികളെ നായകളൊക്കെ വെള്ളം കുടിക്കാൻ കഴിഞ്ഞാൽ അതൊരിക്കലും മുട്ടുകുത്തി വെള്ളം കുടിക്കാൻ നിൽക്കത്തില്ല, അത് നക്കി കുടിക്കുകയുള്ളൂ. നായ നക്കി കുടിക്കുന്ന പോലെ നക്കി കുടിക്കുന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിശ്വസ്തതയെ കാണിക്കുക. അപ്പം നായെ പോലെ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ യജമാനനോട് കൂട് പുലർത്തുന്ന ഒരു അവസ്ഥയുള്ളവരെ കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ ഗിദെയോനെ നിന്റെ കൂടെ വരുന്നവർ വിശ്വസ്തരല്ല, അവർ നിന്നെ പരാജയപ്പെടുത്തും. അതുകൊണ്ടാണ് ഒരു അടയാളമായിട്ട് കൊടുത്തത്, ഗിദെയോനോട് പട്ടി നക്കി കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെയും വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി
കുഴിനിരൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. വായ്ക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ഈ വെള്ളത്തിനടുത്ത് കൊണ്ടുപോയപ്പോൾ ഇത് നക്കി കുടിക്കുന്നവരാ, ആവശ്യത്തിന് മാത്രമേ കുടിക്കുകയുള്ളൂ. ആവശ്യമില്ലാത്തതൊന്നും അവര് മുട്ടുകുത്തി ഇഷ്ടംപോലെ അങ്ങ് അകത്താക്കിയാന്ന് വിചാരിച്ചു. യുദ്ധത്തിന് പോവുകയല്ലേ, പോകുമ്പം ഇനി വെള്ളം കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പം ഇവിടെ വെച്ചങ്ങ് വയറ് നിറച്ചങ്ങ് പോയേക്കാം. ടാങ്ക് മുഴുവൻ നിറയ്ക്കാൻ വേണ്ടി ചിന്തിച്ചവരാണ് ബാക്കിയുള്ളവർ. നക്കി കുടിച്ചതെന്നാണ് അധികം കുടിക്കാൻ പറ്റത്തില്ല. ഒന്ന്, വിശ്വസ്തത കാണിക്കുന്നു. രണ്ട്, ഇത് മതി എന്നുള്ള ഒരു ചിന്ത അവന്റെ ഭാഗത്തുണ്ട്. രണ്ടാമത്തെ പറയുമ്പോൾ ഇനി വെള്ളം കിട്ടുമോ, ഇനി കിട്ടാതെ വന്നാൽ വയറ് നിറച്ചിട്ടങ്ങ് പോകാം എന്ന രീതിയിൽ മുട്ടുകുത്തി വെള്ളം കുടിച്ചവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നാളെ എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ കാണത്തില്ലായിരിക്കാം. വെള്ളം കാണത്തില്ലായിരിക്കാം, ആഹാരം കാണത്തില്ലായിരിക്കാം. ഇന്ന് ദൈവം തരുന്നത് മതി എന്നുള്ള വിശ്വസ്തനായിരിക്കുന്ന ദൈവം കരുതും എന്നുള്ള ചിന്തയുള്ളവരെയാണ് ഗിദെയോനോടുകൂടെ ദൈവം വിട്ടത്. അതുകൊണ്ടാണ് നായ നക്കി കുടിക്കുന്ന പോലെ അവിടെ കുടിച്ചത്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അതവിടെ മുട്ടുകൊത്തി ഇഷ്ടംപോലെ കുടിക്കും. പക്ഷേ നായ വെള്ളം കുടിക്കുന്നത് നക്കി നക്കി മാത്രമേ കുടിക്കുകയുള്ളൂ. കാരണം അതിനത് മതി, അതിൻ്റെതായിട്ടുള്ള ഒരു തൃപ്തിയാണ് കാണിക്കുന്നത്. ഇവിടെ രണ്ട് രീതിയാണ്. ഒന്ന്, വിശ്വസ്തതയെ കാണിക്കുന്നു, നായെ പോലെ ആകുന്നത് വിശ്വസ്തയെ കാണിക്കുന്നു. രണ്ട്, ആർത്തിയില്ലാത്തവരാണ്. സുവിശേഷകര്, ദൈവമക്കൾ ആർത്തിയുള്ളവരാകാൻ പാടില്ല. നമുക്ക് ലഭിക്കുന്ന അത് നമ്മൾ സംതൃപ്തിയുള്ളവരായിരിക്കണം. ഒരുപക്ഷെ അത്രയും നക്കി കുടിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നീട് വീണ്ടും വെള്ളം കിട്ടുമെന്നറിയില്ല. പക്ഷെ മറ്റൊരു നോക്കുന്നത് നക്കി കുടിച്ച് കുറച്ചിലേ കിട്ടുകയുള്ളൂ. എന്നാൽ ആർത്തിയോടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് പ്രയോജനപ്പെടുമല്ലോ എന്ന രീതിയിൽ നോക്കിയവരെ 9700 പേരെ ദൈവം പറഞ്ഞു ഈ മുട്ടുകുത്തി വെള്ളം കുടിച്ച ആർത്തിയോടെ കുടിച്ചവരെ വിട്ടേക്കാൻ പറഞ്ഞു. ബാക്കിയുള്ള 300 പേരെയും കൊണ്ട് പോയി. നമുക്കറിയാം, ബാക്കി ഭാഗം അറിയാം, നിർത്താൻ പോവുക. ഈ 300 പേര് പോയപ്പോൾ അവര് വാസ്തവത്തിൽ നിൽക്കുന്നവരായിരുന്നു. ഈ യോവാശിന്റെ മകനായിരിക്കുന്ന ഗിദെയോൻ എന്തു പറഞ്ഞാലും അതുപോലെ തന്നെ അവർ ചെയ്യുമായിരുന്നു. അവൻ പറയുന്നതിന് ഒരു വ്യത്യാസം കാണാതെ അതുപോലെ തന്നെ ചെയ്യുന്നവരാണ് 300 പേരുണ്ടായിരുന്നത്. വലിയൊരു സമൂഹത്തിനെതിരെ അവർ യുദ്ധത്തിന് ചെല്ലുമ്പോൾ കേവലം 300 പേർ അവർ കുളത്തിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന പന്തവും കയ്യിൽ കാകളവുമായിട്ട് പോയി നിൽക്കുമ്പോൾ, അവര് 300 പേര് കാകളമൂതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാൾ താണ്ടാന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു. സൈന്യം സെരേര വഴിയായി ബേത്വരെയും തപത്തിനരികെയുള്ള ആബേൽ മൊഹേലയുടെ അതിർ വരെയും ഓടിപ്പോയി. ഇസ്രായേലർ കഴിഞ്ഞപ്പോൾ ഈ ഫെലിസ്ത്യർ ഇവര് ഓരോരുത്തരും താന്താന്റെ നിലയിൽ തന്നെ നിന്നു. ഇവിടെയാണ് പ്രധാനമായിട്ടുള്ളത് 21-ാം വാക്യം. 7-ാമത്തെ 21. അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചൽ തുടങ്ങി. അവർ നിലവിളിച്ചും കൊണ്ട് ഓടിപ്പോയി. ഇപ്പോൾ ഈ മധ്യയാമത്തിൽ ആരംഭത്തിൽ അവർ കാവൽമാർ നിർത്തിയ ഉടനെ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്ത് എത്തി കാകളമൂതി കയ്യിൽ ഉണ്ടായിരുന്ന കുടങ്ങൾ ഒടിച്ചു. 3 കൂട്ടരും കാകളവും ഊതി കുടങ്ങൾ ഉടച്ചു. ഇടത്ത് കൈയിൽ പന്തവും വലത്ത് കൈയിൽ ഊതുവാൻ കാകളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി ഈ വാളും ആർത്തു. അവർ പാളയത്തിന് ചുറ്റും ഓരോരുത്തരും താന്താന്റെ നിലയിൽ നിന്ന് പാളയമെല്ലാം പാച്ചൽ തുടങ്ങി. നിൽക്കേണ്ടടുത്ത് നിന്ന് അവരെ നിർത്തിയ സ്ഥാനത്തോട് നനങ്ങിയില്ല. ഒരു ചലനം പോലും ഉണ്ടാകാതെ കാകളമോതി കയ്യിൽ പന്തം പിടിച്ചു നിൽക്കുന്നത് പോലെ നിന്നു. അവർക്ക് ജീവനിൽ ഭയമില്ലായിരുന്നു. കാരണം ദൈവം അവരോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന തീരുമ്പോൾ എത്ര പേർക്ക് നിൽക്കുന്ന വിശ്വാസം നിൽക്കാൻ സാധിക്കും? നമ്മൾ തന്നിരിക്കുന്ന വെളിച്ചം വെളിപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി കാകളമായി തീരുവാൻ, നിൽക്കേണ്ട സ്ഥലത്ത് ഉറച്ചു നിൽക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് ശത്രുവും അതിന്റെ മുമ്പിൽ അവിടെ ഓടിപ്പോകാതെ. ഇവരെ യുദ്ധം ചെയ്തില്ല, പക്ഷെ ഇവർ വാളില്ലായിരുന്നു. പക്ഷെ ഓരോരുത്തരും അവനവന്റെ വാള് മറ്റൊരുത്തിന് ഭാരമായി തീർന്നു. അവര് തമ്മിൽ കൊല്ലുവാനിടയായി തീർന്നു. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. ഗിദെയോൻ അവിടെ നിന്നപ്പോൾ അവനോട് കൂടെ അവന്റെ ദൈവമുണ്ടായിരുന്നു. ആ 300 പേരോടുകൂടെ യഹോവയാണ് നിന്നത്. അതുകൊണ്ടാണ് ശത്രുക്കൾ പരക്കം പാഞ്ഞ്
അവർ ഇല്ലാതായി തീർന്നത്. മിദ്യാനി പ്രഭുക്കന്മാരായിരിക്കുന്ന ഓരേബ്, സേബ് എന്ന രണ്ട് മിദ്യാനി പ്രഭുക്കന്മാരെ അവർ പിടിച്ചു. അവർ ഓരേബിനെ ഒരേ പാറമേൽ വെച്ചും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെയും വെച്ച് കൊന്നിട്ട് മിദ്യാനെ പിന്തുടർന്നു. ഓരേബിന്റെയും സേബിന്റെയും തല യോർദാനക്കരെ ഗിദെയോന്റെ അടുക്കൽ കൊണ്ടുവന്നു. പിന്തുടർന്നു പോയവർ മിദ്യാന്യ പ്രഭുക്കന്മാർ രണ്ടുപേരെയും പിടിച്ചു കൊന്നു. അവർ കൊന്നിട്ട് അവന്റെ തല വെട്ടിക്കൊണ്ടുവന്നു. ഇവിടെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി വന്ന ഓരബും സേബും എന്ന മിദ്യാന പ്രഭുവിന്റെ നേതൃത്വത്തിലുള്ള പടയാളികൾ മുഴുവനും ഇവരെ കൊള്ളയടിക്കാൻ വന്നതാണെങ്കിൽ അവിടെ തല വെട്ടിയെടുക്കുവാൻ തക്കവണ്ണം വലിയ ദൈവപ്രവൃത്തി ഉണ്ടായതിന്റെ കാരണം ഗിദെയോൻ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ്. ദിവസങ്ങളിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നീ ഓടിപ്പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം നമ്മളെ ഓടിക്കാൻ വേണ്ടിയല്ല ദൈവം കണ്ടിരിക്കുന്നത്. നീ നിർത്തേണ്ട സ്ഥലത്ത് നമ്മളെ നിർത്തുവാൻ വേണ്ടി, ദിവസങ്ങളിൽ ശുശ്രൂഷ നിർത്തുവാൻ, സഭകളിൽ നിർത്തുവാൻ, ദേശത്ത് നിർത്തുവാൻ കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകളിൽ നാം നിൽക്കണം. നാം ഉറപ്പുള്ളവരായിരിക്കണം. അത് എന്തു വന്നാലും പാളയത്തിന്റെ ചുറ്റും എത്ര വലിയ ശക്തി ഉണ്ടെങ്കിലും നാം നിൽക്കേണ്ടതുപോലെ നിന്നു കഴിഞ്ഞാൽ കയ്യിൽ പന്തം വെളിച്ചമുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ ഊതുവാൻ കാകളമുണ്ടെങ്കിൽ നിന്നെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. വെളിച്ചമായിരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ വ്യാപരിക്കട്ടെ. അത് വെളിച്ചമായി വ്യാപരിച്ചപ്പോൾ ഇവർക്ക് അത് ആ വെളിച്ചം, ഗിദെയോന്റെ കയ്യിലും കൂട്ടരുടെ കയ്യിലും ഇരുന്ന വെളിച്ചം അവർക്കത് വലിയ പ്രതിബന്ധമായി മാറുവാട്ടിടയാത്തത്. ഞാൻ വിശ്വസിക്കുന്നത് ആ പന്തത്തിന്റെ വെളിച്ചം കണ്ടുകൊണ്ട് ഇവിടെ കണ്ണു മങ്ങിപ്പോയിട്ടുണ്ട്. നിശ്ചയമായിട്ട് അവർക്ക് എന്താ ചെയ്യുന്ന പോലും അറിയാൻ കഴിയാത്ത പരക്കം പാച്ചിലുണ്ടായി, ഭീതി ഉണ്ടായി, വേദനയുണ്ടായി. പരക്കം പാഞ്ഞപ്പോൾ തമ്മിൽ അവര് വെട്ടുവാനിടയാത്തുന്നു, നശിക്കുവാനിടത്തുന്നു. ഈ സമയത്ത് കാകളമൂതി ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ അറിയിക്കുകയും ചെയ്തു. ദൈവം കാകളമൂതി ദൈവത്തിന്റെ സാന്നിധ്യം വെളിച്ചവിടെ ഇറങ്ങി വന്നാൽ ഏത് പാളയവും കാലിയാകും. എത്ര വിശ്വസിക്കുന്നു? എത്ര പ്രബലപ്പെട്ട, എത്ര ശക്തിയുള്ള ഏത് ശക്തിയാണെങ്കിലും അതെ ദൈവത്തിന്റെ കാകളം ഊതിക്കൊണ്ട്, ആരാധനയുടെ കാകളം ഊതിക്കൊണ്ട് വെളിച്ചമാകുന്ന വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് എല്ലാം ഇല്ലാതായി തീരും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തെന്ത് ചെയ്തു? ദേശത്തെ വിടിവിക്കുവാനിടയായി തീർന്നു. എന്തായിരുന്നു കാരണം? ഒരു ചെറിയ ബാല്യക്കാരന്റെ ഹൃദയത്തിൽ വന്ന അല്പമായ ധൈര്യം അത് വലിയൊരു പ്രവൃത്തിക്ക് കാരണമായി തീർന്നു. അങ്ങനെ ദിവസങ്ങൾ ഭീരുത്വമുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസമായിരിക്കും. അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ കർത്താവ് തോമസിനോട് പറയാ, തോമസേ, നീ എന്നോട് കൂടെ 3.5 വർഷം ഉണ്ടായിരുന്നു. നീ ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം കണ്ടതാ. പക്ഷെ നീ ഇപ്പോഴും അവിശ്വാസിയാ. കർത്താവ് പറഞ്ഞു, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകണം. നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം എന്തെല്ലാം കണ്ടവരാണ്, എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടവരാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില അവിശ്വാസമൊക്കെ പൊന്തി വരാറില്ലേ? ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾ തോമസിനെ പോലെ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരാ. കർത്താവേ, അങ്ങേക്ക് സകലവും സാധിക്കും. നീ പുനരുത്ഥാനം പ്രാപിച്ചെന്ന് പറഞ്ഞപ്പോൾ അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ അവന് വിശ്വസിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ യേശു കഷ്ടം സഹിച്ചെന്നും അവന് വിലാപ്പുറം കുത്തി തുറന്നെന്നും അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടെന്നും അവൻ മരിച്ചുവെന്നും അവനെ കൊണ്ട് ഈ കല്ലറയിൽ വെച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞതായ തോമസിനെ ഒരിക്കലും അതിൽ നിന്ന് യേശു വിടുതൽ പ്രാപിച്ച് വെളി വരുമെന്നുള്ള ചിന്തിപ്പാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ നോക്കിയത് യേശു ബലഹീനായി ക്രൂശിൽ മരിച്ചതുകൊണ്ട് അവൻ തീർന്നുപോയി എന്നാണ് വിചാരിച്ചതെങ്കിൽ, അതുവരെയും അവൻ കണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം അവന് വെറും ഓർമ്മകളായി മാറിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ വരുമ്പോൾ പലതും നാം വിസ്മരിച്ച് കളയാറുണ്ട്. എന്നാൽ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് നമ്മെ മടക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം ദൈവം തീരുമാനമെടുത്തു. ഈ തോമസിനെ ദൈവം കൈവിട്ടില്ല. അവനെ ദൈവം അനുഗ്രഹിപ്പാനിടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ 6ാമത്തെ പേരുകാരനായി തോമസ് അവിടെ മർക്കോസിന്റെ മാളിക മുറിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പരസ്യം ഞാൻ ദൂത് അവസാനിപ്പിക്കുമ്പോൾ ദൈവം വിളിച്ചത് ഇറക്കിയിരിക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഭീതിയും ഭയമൊക്കെ ഉണ്ടാകാം. പക്ഷെ അവിടെ ഒന്നും കൈവിടാത്ത ദൈവത്തിന്റെ സ്നേഹം. തോമസ് അവൻ ദൈവത്തെ അവിശ്വസിച്ചു, അവൻ വിശ്വസിച്ചില്ല, കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞെങ്കിലും ദൈവം അവന്റെ മേലും ദൃഷ്ടി ഉണ്ടായിരുന്നു. അവനെ ദൈവത്തിന്റെ സ്വർഗാരോപണം കാണിച്ചു കൊടുപ്പാനിടയായി തീർന്നു. കാത്തിരിക്കുന്ന കൂട്ടത്തിൽ ഈ തോമസും ഉണ്ടായിരുന്നു. ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടത്തിൽ നമ്മളും അല്പവിശ്വാസമുള്ളവരാണെങ്കിൽ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി കാത്തിരിപ്പാൻ
നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. അതെ, നമ്മുടെ കർത്താവ് വീണ്ടും വരും, അത് നമ്മെ ചേർക്കുവാൻ വീണ്ടും വരും. അതിനുവേണ്ടി കാത്തിരിക്കുക. അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കുക. അവരത് കാത്തിരുന്ന് പ്രാപിച്ചു. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് അതിനു വേണ്ടി കാത്തിരിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും നിരാശയും ദുഃഖവും വേദനയും ഭാരമൊക്കെ വരുമ്പോൾ തോമസിനെ പോലെ ഓടിപ്പോകുന്നതാ. എല്ലാം ഒന്ന് ശാന്തമായി എന്ന് കാണുമ്പോഴാണ് മടങ്ങി വരുന്നത്. പക്ഷെ എങ്കിലും അവന്റെ വിശ്വാസം അവന് പ്രബലപ്പെടുവാടേറ്റുന്നില്ല. എന്നാൽ യേശു അവന്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടുക, നിന്റെ കൈവിരൽ വിലാപ്പുറത്തിടുക, നിന്റെ കൈ എന്റെ വിലാപ്പുറത്തിടുക, നിന്റെ കൈവിരലുകൾ എന്റെ മുറിവിന്മേൽ, കൈപ്പത്തിയിലുള്ള മുറിവിന്മേൽ ഇടുവാൻ പറഞ്ഞു. അത്രമാത്രം വലിയ മുറിവുകളുണ്ടായ അതെ, യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയപ്പോൾ അവന്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കപ്പെടുവോടെ തീർന്നു. അവന്റെ വിലാപ്പുറത്ത് കൈ കടത്തക്കവണ്ണമുള്ള വലിയ ഒരു കുന്തത്തിന്റെ കുത്തുകൊണ്ടുള്ള ആ കുന്തത്തിന്റെ കുത്തേറ്റത് നമ്മെ അവന്റെ ഹൃദയത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ വേണ്ടിയാ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തോമസിന് മനസ്സിലായി, അവൻ മുറിവേറ്റത്, കുത്തേറ്റത് എന്നെ വിടിവിക്കാൻ വേണ്ടിയാ. അവൻ പിന്നീട് അവൻ അവിശ്വാസിയെ തീരാതെ ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്നതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങളും പലപ്പോഴും ഈ ഗിദെയോനെ പോലെ സംശയമുള്ളവരാ, അടയാളം ചോദിക്കുന്നവരാ. എന്നാൽ നീ നിർത്തിക്കഴിഞ്ഞാൽ, നീ ഞങ്ങളെ കരങ്ങളെടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ ശക്തി ഉണ്ടെങ്കിലും അതിന്മേൽ ജയം നൽകുവാൻ ദൈവത്തിന് കഴിയുമല്ലോ. കയ്യിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന പന്തവും കുടത്തിനകത്ത് പന്തവും അത് വെളിപ്പെടുത്തേണ്ട സമയത്ത് വെളിപ്പെടുത്തുവാൻ, ഉടയ്ക്കേണ്ട സമയത്ത് ഉടച്ചു കഴിയുമ്പോൾ അത് വെളിപ്പെടും. കാകളം മൂടേണ്ട സമയത്ത് കാകളം മൂടുമ്പോൾ ജയം നൽകും. ദിവസങ്ങളിൽ ചില ശുശ്രൂഷകളെ ദൈവം ചെയ്തെടുക്കാൻ പോകുകയാണ്. അതെ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച് നാം കരുതി വെച്ചിരിക്കുന്ന ആ അഭിഷേകത്തിന്റെ ശക്തി ദൈവാത്മാവ് വീടുകളിൽ നടത്താൻ പോവുക, സഭകളിൽ നടത്താൻ പോവുക, അതെ, ദേശങ്ങളിൽ നടത്താൻ പോവുക. നാം സംഭരിച്ചു വെച്ചിരിക്കുന്ന, ഒളിച്ചു വെച്ചിരിക്കുന്ന ദൈവിക ആ ശക്തി ഉണ്ടല്ലോ, അത് ദിവസങ്ങൾ ഉടയപ്പെട്ട് വെളിപ്പെടാൻ പോകുക. ദൈവത്തിന്റെ കകളം നീട്ടിയൂതി ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പദ്ധതി ദൈവം നിറവേറ്റിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് 7ാമത്തെ വർഷം, നിലവിളിച്ച വർഷം വിടുതലായി തീർന്നതുപോലെ ഈ ദിവസങ്ങളിൽ നിലവിളിച്ച വിഷയങ്ങളുമേൽ ദൈവം ജയം നൽകും. എന്നാൽ ദൂത് കൈമാറുന്നു. തോമസിനെ പോലെ നമുക്കും പറയാൻ, കർത്താവേ, നീയാണ് എന്റെ ദൈവവും കർത്താവുമായുള്ളവൻ. ഞങ്ങൾ പലപ്പോഴും അവിശ്വസിക്കാറുണ്ട്. എന്നാൽ ഞങ്ങളുടെ അവിശ്വാസത്തെ മാറ്റി ഞങ്ങളെ ബലപ്പെടുത്തി അഭിഷേകത്തിന് ശക്തിയാൽ നിറച്ച് അങ്ങയുടെ നാമത്തിന് വേണ്ടി ശക്തമായി തോമസിനെ ഉപയോഗിച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ദൈവവും നമ്മെ സഹായിക്കട്ടെ, നമ്മെ ഉപയോഗിക്കട്ടെ, നമ്മുടെ തലമുറകളെ ഉപയോഗിക്കട്ടെ, ദൈവദാസന്മാരെ ഉപയോഗിക്കട്ടെ എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വചന സൃഷ്ടിക്ക് വിരാമിടുന്നു. ഒന്നിച്ച് ദൈവത്തിനെ ഏൽപ്പിക്കാം. അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക. ഗിദെയോനെ, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരുന്നു കഴിഞ്ഞാൽ, ദൈവം പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഏത് വിഷയത്തിനും പരിഹാരമുണ്ട്. ദൈവം പറയുന്ന വിഷയം അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തിന് വിരുദ്ധമായി നാം ഇത് ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവയുടെ വൻ കാര്യങ്ങളെ ചെയ്യും. തോമസിനെ ദൈവം അവനെ ബലപ്പെടുത്തി അവന്റെ ജീവിതത്തിലെയും അവിശ്വാസത്തെ മാറ്റി അവനെ ബലമുള്ളവനാക്കി തീർത്തതുപോലെ, അവനെ കാണേണ്ടത് കാണിച്ചു കൊടുത്തതുപോലെ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ, അടയാളങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യാം. യേശു താൻ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മളെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുവാൻ 2025 ഡിസംബർ മാസം 30-ാം തീയതി ദൈവാത്മാവ് ദൂത് പറയുന്നു. അതെ, നാം നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞത്, നാം കേട്ടിട്ടുള്ളത് നാം അവിശ്വസിക്കുകയല്ല, വിശ്വസിച്ചെന്ന് പറയുകയാണ്. ഞങ്ങൾ അവിശ്വാസികളുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലായി തിരുവാൻ ഉറപ്പിച്ചു നിർത്തിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. അനേക ദിവസങ്ങളിൽ വിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.